ഒരു 4 വർഷം മുമ്പ് നമ്മുടെ കോവിഡൊക്കെ തീരുന്ന ഘട്ടത്തിൽ ഒരു ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ നിരീശ്വരവാദികളുടെ പുതിയ വേർഷനായിട്ടുള്ള എസൻസ് ഗ്ലോബൽ എന്ന സംഘടന എറണാകുളത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു സമ്മേളനം സംഘടിപ്പിക്കുകയും അതിൽ ഒരു പ്രസംഗകനായിട്ട് എന്നെ ക്ഷണിക്കുകയുണ്ടായി, നമ്മുടെ ഭാഗം വിശദീകരിക്കാൻ. അവിടെ നമ്മുടെ ലൈജു ജോർജ് PFP മുൻ വൈസ് പ്രസിഡൻ്റ് അടക്കമുള്ള നമ്മുടെ സഹോദരന്മാരും ഞാനെത്തുന്നു എന്നതുകൊണ്ടെത്തി. അത് കേൾക്കാനും പ്രതിരോധിക്കാനുമുള്ള നമ്മുടെ ശ്രമങ്ങൾക്കൊരു സഹായം എന്ന നിലയിൽ വന്നതാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, പെർ ഡേ ഒരാൾ 300 രൂപ വെച്ച് രജിസ്റ്റർ ചെയ്ത് അതിൽ ചേരണം. ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം മുഴുവൻ നിറഞ്ഞിട്ട് ഏതാണ്ട് 7000-ത്തിലധികം ആളുകൾ അവിടെ ഉണ്ട്. അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പ്രസംഗകൻ ശ്രീ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ മുമ്പൊരു ചർച്ചയിൽ TV-യിൽ പറഞ്ഞു, നിങ്ങളും സിംഹവാലൻ കുരങ്ങന്മാരും കണക്കാണ്, നിങ്ങളുടെ ആളില്ല. എന്നാൽ 7000 പേരെ അണിനിരത്തിക്കൊണ്ട് അവതാരകൻ ആരിഫ് ഹുസൈനാണ് ഇന്ന് TV-യിലൊക്കെ സജീവമായിട്ടുള്ള അദ്ദേഹം ശ്രീ രാഹുൽ ഈശ്വരോട് ചോദിച്ചു, കേരളത്തിൽ ഇപ്പോൾ എത്ര സിംഹവാലൻ കുരങ്ങന്മാരുണ്ട്? ട്രോൾ ചെയ്യുന്ന പോലൊരു ചോദ്യം. അപ്പോൾ അവർ അത്തരമൊരു വളർച്ച കൈവരിച്ചു. ഈ ഘട്ടത്തിൽ, ഈ സമയത്ത് അത് നമ്മളെ ഒരല്പം ചിന്തിപ്പിക്കേണ്ടതാണ്. ആശങ്കയുടെ ആവശ്യമില്ല, ചിന്തിപ്പിക്കേണ്ടതാണ്. ആശങ്ക വേണ്ട എന്ന് പറയാൻ കാരണം, കോവിഡ് പോലെ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്, പ്രതിരോധമാണ് വേണ്ടത്. അതിൽ മറുവശത്ത് എനിക്കിന്ന് മറ്റൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം, ഇതേ സമയത്ത് ഞാൻ വരുന്ന വഴിയിൽ ധാരാളം കലാപരിപാടികൾ നടക്കുന്നുണ്ട്. അവിടെ റിമി ടോമിയുടെ ഗാനമേളയുണ്ട് വരുന്ന വഴിക്ക്, മിമിക്രി ആർട്ടിസ്റ്റുകളുടെ നല്ല പരിപാടിയുണ്ട്. നിങ്ങൾക്ക് അവിടെയൊക്കെ പോകാമായിരുന്നു. അത്രയും ആകർഷണീയമൊന്നും അല്ലാത്തൊരു സ്ഥലത്ത് അത്തരം ഭൗതികമായ ഒരു അട്രാക്ഷൻ കിട്ടാതെ വചനവും പാട്ടും സുവിശേഷ പ്രഘോഷണവും ക്ലാസ്സുമൊക്കെ നടക്കുന്ന ഈ സ്ഥലത്ത് പണം മുടക്കി ത്യാഗം സഹിച്ച് നിങ്ങളിവിടെ എത്തി എന്നത്, ആ ഒരു വരവ് കൊണ്ട് തന്നെ നമ്മളൊരു ഉണർവിൻ്റെ പാതയിലാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. ഇതാണ് കർത്താവ് ഒരിക്കൽ ചോദിച്ചത്, എന്ത് കാണുവാൻ നിങ്ങൾ ഇവിടെ വന്നു? കാറ്റിനാലുടയുന്ന ഞാങ്ങണച്ചെടികളെ കാണാൻ വന്നോ? ഓടത്തണ്ടുകളെ കാണാൻ വന്നോ? മാർദ്ദവ വസ്ത്രം ധരിച്ച പുരുഷനെ കാണാൻ വന്നോ? അവയൊന്നുമല്ല. ഇവിടെ ഇതാ യോഹന്നാനിലും വലിയവൻ. ആ തിരുസാന്നിധ്യം ഇവിടെ ഉള്ളതാണ് നമ്മൾ ഇന്നിവിടെ ചിലവ് ചെയ്ത് വരാൻ കാരണം. നമ്മൾ ഒത്തൊരുമിച്ച് ഇത്തരമൊരു മഹാസമ്മേളനത്തിന് സാക്ഷിയാകുമ്പോൾ നമുക്ക് ചില വലിയ ലക്ഷ്യങ്ങളെ ജീവിതത്തിൽ കൈവരിക്കാൻ സർവശക്തൻ കൃപയകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൂരെ ഇരിക്കുന്നവർക്ക് കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഇതിൽ കൂടുതൽ ശബ്ദമൊന്നും ഇനി സംസാരിച്ച് വരുമ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ ദൂരെ ഇരിക്കുന്നവർക്ക് കേൾക്കത്തില്ലെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ഫ്രണ്ടിൽ സ്ഥലമുണ്ടെന്ന് പറയാനാണ് വിളിച്ചത്, വേറെ വഴിയില്ല. സ്തോത്രം. കൊച്ചുകുട്ടികൾ പോലും സാറ് പഠിപ്പിക്കുന്ന 2-3 ദിവസന്മാരും ക്ലാസ് എടുക്കുന്നവരാണ്. ഇപ്പോൾ ഒരു ട്രെൻഡാണ് ഈ സൗണ്ട്. 20 പേരും 30 പേരും ഒക്കെ കൂടുന്നിടത്ത് 1000 പേരുടെ സൗണ്ട് എടുത്തിട്ട് ഇതങ്ങ് പോവും. എന്നിട്ട് ഒരു ഇടറിയ സ്വരത്തിൽ സംസാരിക്കുക. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ചങ്ങാതിയെ കണ്ടപ്പോൾ വല്ലാത്ത സ്വരം. അവസാനം ഞാൻ ഗതികേട് കൊണ്ട് ചോദിച്ചു, പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല, ചുമ്മാ സംസാരിച്ചിട്ടും. കാരണം ചെറിയ വേദിയിൽ വലിയ സ്വരം പ്രയോഗിച്ചിട്ട് സൗണ്ടെല്ലാം കളഞ്ഞു നല്ല പ്രായത്തിൽ. ഞാൻ ചോദിച്ചു, നീ കോഴിപ്പൂവനെ ജീവനോടെ വിഴുങ്ങിയിട്ടാണോ സംസാരിക്കുന്നത്? ഇതെന്താണ് സംഭവിച്ചത്? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശബ്ദം എടുക്കുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളോട് സഹകരിക്കണം. കേൾക്കുന്നുണ്ടല്ലോ അവിടെ അല്ലേ? ആ, കേൾക്കുന്നുണ്ട്. സന്തോഷം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ഈ വചനം വിശദീകരിക്കാൻ ഒരല്പം സങ്കീർണമായ ഒരു പശ്ചാത്തലത്തിലൂടെ പോകണം. PFP കുട്ടികൾ കൂടി ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള മനസ്സും സന്നദ്ധതയും ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. 82-ാം സങ്കീർത്തനം നമ്മൾക്ക് പരിചിതമാണ്.
ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. പലപ്പോഴും ആളുകൾക്ക് ചിന്താക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനം കൂടിയാണ് ഈ ദേവസഭ. എന്താണ് അത്? ദൈവസഭ തന്നെയാണോ? എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം? എലോഹീം എലീമുകളുടെ സഭയിൽ നിൽക്കുന്നു. സർവശക്തൻ എലോഹീമിൻ്റെ സഭയിൽ നിൽക്കുന്നു. സർവശക്തൻ ദേവഗണങ്ങൾക്കിടയിൽ നിൽക്കുന്നു. ആരാണ് ഈ ദേവന്മാർ? ആ ദേവസഭ എന്താണ്? അത് പറഞ്ഞു വേണം നമുക്ക് ഉയരത്തിലുള്ളത് ചിന്തിക്കാനും ഈ വചനം വിശദീകരിക്കാനും. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ യോഹന്നാന്റെ സുവിശേഷം 10:32 പരിശോധിച്ച് താഴോട്ട് വരുമ്പോൾ അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. ഭൂമിയിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവരെ ദേവന്മാർ എന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആരാണ് ദേവന്മാർ? ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവർ. കാരണം ആ സങ്കീർത്തനം ദൂതന്മാരെ പറ്റിയല്ല. ദൂതന്മാരെ പറ്റിയായിരുന്നെങ്കിൽ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് നിങ്ങളൊക്കെ മനുഷ്യരെ പോലെ മരിക്കും നിശ്ചയം. മനുഷ്യരെ പോലെ എന്ന് പറയുമ്പോൾ മനുഷ്യരല്ലെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മരിക്കും എന്ന പ്രയോഗം കൊണ്ട് ദൂതനല്ലെന്നും പറയണം. കാരണം സ്പിരിറ്റ്സ് ആണത്. സ്പിരിറ്റ് ബീയിങ്സിന് മരിക്കാൻ സാധിക്കില്ല. അവർക്ക് നിത്യനാശമുണ്ട്. അതിങ്ങനെ പൂർണ്ണമായ വിധത്തിൽ ആ പ്രാണൻ നഷ്ടപ്പെടാത്തൊരവസ്ഥയിലാണ്. അസ്തിത്വ നഷ്ടമില്ല. അപ്പോൾ അതും അർത്ഥം കൊണ്ട് കറക്റ്റാവില്ല. നിങ്ങളൊക്കെ മനുഷ്യരെ പോലെ മരിക്കും. ആര്? ദേവസഭയിലുള്ള ദേവന്മാർ. മനുഷ്യരെ പോലെ എന്ന് പറയുമ്പോൾ അവർ മനുഷ്യരല്ലേ എന്ന് ചിന്തിക്കേണ്ടി വരും. മരിക്കും എന്ന് പറയുമ്പോൾ ദൂതന്മാരല്ലെന്നും പറയേണ്ടി വരും. പിന്നെ ആരാണ്? പിശാചുക്കളോ? ഈ പിശാചുക്കൾക്കും നിത്യനാശമുണ്ട്. പക്ഷേ ആ നിത്യനാശവും അസ്തിത്വത്തിൻ്റെ അത് തീരുന്ന അനുഭവമല്ല. നരകം നിത്യമാണ്, ആ ദണ്ഡനം നിത്യമാണ്, ആ നരകവാസികളും നിത്യമാണ്. അതാണ് എൻ്റെ ശരിക്കുള്ള വിശദീകരണം. അങ്ങനെയെങ്കിൽ പിന്നെ ഇതാരാണ്? ദൈവം എവിടെയാണ് ആ നിൽക്കുന്നത്? പഠിക്കേണ്ട ഗൗരവതരമായ ഒരാശയം അതിൻ്റെ ഉള്ളിലുണ്ട്. അതുവഴി നമുക്ക് ഉയരത്തിലുള്ളത് എന്ന ചിന്തയിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, പണ്ട് ദൈവദാസനായിരുന്ന മോശ വലിയൊരു ലീഡർഷിപ്പിൻ്റെ മാതൃകയാണ് നമ്മുടെ മുമ്പിൽ. അദ്ദേഹം തൻ്റെ ജനതയെ 600,000 വരുന്ന ഒരു ജനതയെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും വഴിക്ക് അതിശക്തമായ അതിശ്രേഷ്ഠമായ ചില അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. അത് ഞാനൊന്ന് വിശദീകരിക്കാം. ഇതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ അടുത്ത കാലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ സാങ്കുട്ടി ചാക്കോയുമുണ്ട് ഹല്ലേലൂയായിട്ട്. പുറത്തുനിന്ന് ക്ഷണിക്കപ്പെട്ട 2 പേര് ഞാനും സാങ്കുട്ടി ചാക്കോയുമായിരുന്നു ചർച്ചകോടിൻ്റെ ഓവർസിയർമാർ മാറുന്ന ഒരു വേദിയാണ്. ഞങ്ങൾക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ വളരെ കൃത്യമായൊരു കാര്യം പറഞ്ഞു. IPC ഒരു കളക്റ്റീവ് ലീഡർഷിപ്പിനെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ചർച്ചകോട് ഒരു സിംഗിൾ ലീഡർഷിപ്പിനെയാണ് പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ സിംഗിൾ ലീഡർഷിപ്പുകളുടെ അപജയവും കുറവും ഒക്കെ വിശദീകരിക്കുകയും കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ ഗുണം നേതൃത്വത്തിൽ എത്ര പേർക്ക് ഇഹലോകം വിട്ടുപോകേണ്ട ആ ദൈവനിയോഗമുണ്ടായാൽ പോലും പ്രസ്ഥാനം ഓടിക്കൊണ്ടിരിക്കും. സിംഗിൾ ലീഡർഷിപ്പിന് തൊട്ടു താഴെ നിലയിൽ ലീഡർമാരില്ലാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. അതിൻ്റെ ഗുണവും ദോഷവുമൊക്കെ സംസാരിച്ചു. അപ്പോൾ കളക്റ്റീവ് ലീഡർഷിപ്പിൻ്റെ വലിയൊരു മാതൃകയാണ് നമ്മുടെ മോശ എന്ന് പറയുന്നത്. അദ്ദേഹം തൻ്റെ വേദനകൾ, ഭാരങ്ങൾ ഒരിക്കൽ പങ്കിടുകയാണ്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് അരികിൽ വന്നു. നല്ല വിവേകമുള്ളൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ. നമുക്കൊക്കെ അങ്ങനെ ഒരു ഫാദറിലോ ഉണ്ടോ എന്നുള്ള കാര്യം സത്യത്തിൽ ഇപ്പോഴാ ചിന്തിക്കേണ്ട ഒരു സമയം. അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് എന്താണ്? കുഞ്ഞെ, നീ എന്തിനാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തലയിലെടുത്തു വച്ചിരിക്കുന്നത്? ഈ ചെറുതും വലുതുമായ കാര്യങ്ങളെല്ലാം നീ തന്നെ പറയേണ്ടി വരുന്നു. നിനക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, നിന്നിലുള്ള ആത്മനിറവിനെ, നിന്നിലുള്ള ദൈവകൃപയെ, നിന്നിലുള്ള ദൈവനിയോഗത്തെ ഈ ഗോത്രമൂപ്പന്മാരിൽ 70 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരിലേക്ക് സന്നിവേശിപ്പിക്കണം. ജനമാദ്യം അവരരികിൽ വരണം. അവിടെ തീരാത്തവ നിന്റെ അരികിൽ വരണം. ആധുനിക ലോകം അധികാര വികേന്ദ്രീകരണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നതിൻ്റെ അനവധി കാലഘട്ടങ്ങൾക്കപ്പുറത്ത് ലോകം ജനാധിപത്യം എന്ന ആശയമൊക്കെ കേൾക്കുന്നതിനൊക്കെ എത്രയോ കാലത്തിനപ്പുറത്ത് പ്രാകൃതമായ ഗോത്രവർഗ വ്യവസ്ഥിതിയുടെ പ്രാക്തനമായൊരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ട് പറയുകയാണ്,
ഇതാണ് നിർവഹിക്കേണ്ടത്. അത് നിർവഹിച്ചു. ഈ 70 അംഗങ്ങളടങ്ങുന്ന ഈ മൂപ്പന്മാരുടെ സംഘം കാലം മുമ്പോട്ട് പോകുന്തോറും അഭിവൃദ്ധിപ്പെട്ടു വന്നു. അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൈവരിക്കാൻ പറ്റി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഇത് ജുഡീഷ്യൽ പവറുള്ള ഒരു ബോഡിയായി മാറി. ജുഡീഷ്യൽ പവറുള്ള ഒരു ബോഡി, കോടതി അധികാരമുള്ള ഒരു സമൂഹമായി മാറി. മോശ നിയമിച്ച അദ്ദേഹത്തിൻ്റെ അമ്മാവിയപ്പൻ്റെ നിർദ്ദേശമനുസരിച്ച് ആത്മാവിനാൽ സ്ഥാപിച്ച ആ സ്ഥാപനം പുതുനിയമ കാലഘട്ടമൊക്കെ എത്തുമ്പോഴേക്കും അറിയപ്പെട്ടിരുന്ന പേരാണ് സന്നിധി. അതൊരു കോടതിയായിരുന്നു. ആ കോടതിയുടെ ചരിതം അങ്ങനെ മോശയിലാണ് നമുക്ക് ആരോപിക്കാൻ പറ്റുന്നത്. ഇവർക്ക് ഒട്ടേറെ അധികാരങ്ങൾ, ഒരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സിസ്റ്റം, ഒരു വ്യവസ്ഥിതിക്ക് ഒരു നിയമമുണ്ട്. ആ നിയമം ഈ സ്ഥലത്ത് വിചാരണ ചെയ്യുന്ന കേസുകൾ അത് 2 വശവും കേട്ട് മാത്രം വിധി പറയണം. ഒരു ഭാഗം കേട്ട് വിധിക്കാൻ പാടില്ല. അതിന് കോടതിയുടെ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. ഓഡി ആർട്ടം പാർട്ടം എന്ന് പറയും. യു ഷുഡ് ബി ഒഡിബിൾ ടു ബോത്ത് സൈഡ്. രണ്ടും കേൾക്കണം, രണ്ടും കേട്ടേ പറ്റൂ. ദൈവവും അങ്ങനെയാണ്, 2 വശവും കേൾക്കും. നമുക്കെതിരെ ഒരുത്തൻ പ്രാർത്ഥിച്ചാൽ അതും കേൾക്കും, നമ്മൾ പ്രാർത്ഥിച്ചാലും കേൾക്കും. ഭാര്യയും ഭർത്താവും കലഹിച്ചിരുന്നാൽ 2 പേര് പ്രാർത്ഥിച്ചാലും കേൾക്കും. എന്താണ് കാരണം? 2 സൈഡും കേൾക്കണം, 2 വശവും കേൾക്കണം. അതാണ് നീതി. അതിൻ്റെ ഒരു മാതൃകയാണ് നമ്മൾ ഇന്ന് കോടതികളിൽ കാണുന്ന ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ. ആ സ്റ്റാച്യുവിനൊരു പ്രത്യേകതയുണ്ട്. ഒരു തുലാസ് കയ്യിലെന്തിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ നീതിയുടെ ആ മൂർത്തിഭാവം, അവർ കണ്ണ് മൂടിക്കെട്ടിരിക്കുകയാണ്. കയ്യിലിരിക്കുന്ന തുലാസിൽ കനം കൂടുന്ന ഇടം എവിടെയെന്ന് ആ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാരെന്നറിയാതെ പറയാൻ കഴിയണമെന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥം. ഈ നീതി നടപ്പിലാക്കേണ്ട ഒരു കോടതിയായി സന്നിധിൻ രൂപപ്പെട്ടു. ആ സന്നിധിനിലെ അംഗസംഖ്യ 70 ആയിരുന്നു. 70 പേരടങ്ങുന്ന ആ സന്നിധിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഒന്നാമനായി മറ്റൊരാളെ കൂടെ അവർക്ക് നടുവിൽ കൊണ്ടുവരുമായിരുന്നു. അത് മഹാപുരോഹിതനായിരുന്നു. മഹാപുരോഹിതൻ ആ ജൂറിമാരുടെ ചേംബറിലെ ഒന്നാമനായിരുന്നു. 70 പേരാണ് ബാക്കിയുള്ളത്. അങ്ങനെ 71 ആളുകളുടെ ഒരു ഫുൾ കോറം. അതാണ് വാസ്തവത്തിൽ ഇസ്രയേല്യ കോടതി. യേശുവിനെ ന്യായം വിധിക്കുന്ന, പൗലോസിനെ ന്യായം വിധിക്കുന്ന, അനവധിയായ ദൈവമക്കളെ പീഡിപ്പിക്കാനൊക്കെയുള്ള ചിന്തകൾ രൂപപ്പെടുന്ന ആ കോടതിയുടെ ഫുൾ കോറം 71 അപ്പോൾ അവിടെ നമുക്ക് ഇന്ന് ചീഫ് മജിസ്ട്രേറ്റ് എന്നോ അല്ലെങ്കിൽ ജഡ്ജി എന്നോ ഒക്കെ പറയാവുന്ന ആള് മഹാപുരോഹിതനാണ്. മറ്റൊന്ന് കേൾക്കണ്ടേ, ഈ 70 പേർക്കും അധികാരമുണ്ട്. ഏത് സ്ഥലത്തും വിധി പറയാൻ അധികാരമുണ്ട്. അവർ 2 or 3 പേർ കൂടുന്ന ഒരിടം തന്നെ കോടതിയാണ്. അവരരികിലേക്ക് കൊണ്ടുവരുന്ന ഏത് വ്യവഹാരവും നിയമം വെച്ച് തീർക്കാൻ അവർക്ക് അധികാരവും അവകാശമുണ്ട്. അതിന് പുരോഹിതൻ ഒരു കൺസെന്റ് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ശൗല് മഹാപുരോഹിതന്റെ അധികാരപത്രം വാങ്ങിയത്. മഹാപുരോഹിതൻ ഈ വെറുതെ അധികാരപത്രം എഴുതി തരികയില്ല. പക്വതയില്ലാതെ ഇത് കൈകാര്യം ചെയ്യുന്നവർക്ക് അധികാരപത്രം തരികയില്ല. അവൻ അർപ്പിച്ച വിശ്വാസത്തെ ആധാരമാക്കിയാണ് ഇത് എഴുതി കൊടുക്കുന്നത്. എന്നാൽ ശൗല് സത്യത്തിൽ ചെയ്തത് ന്യായപ്രമാണത്തിന്റെ നീതിക്ക് വേണ്ടിയാണ് ഈ കൊലയെല്ലാം ചെയ്യുന്നത്. അത് കൃത്യം പഠിച്ച് അറിവ് പ്രാപ്തി തെളിയിച്ച ശൗല് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നിങ്ങൾക്ക് ആ കോടതിയുടെ സിസ്റ്റം ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ പ്രമാദങ്ങളായ കേസുകൾ വിചാരണ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. പ്രമാദങ്ങളായ കേസുകൾ, അതിന് നമ്മൾ ഇന്ത്യയിലെ കോടതികളൊക്കെ പറയാറുണ്ട് റയറസ്റ്റ് ഓഫ് റയർ, അപൂർവങ്ങളിൽ അപൂർവം. അപൂർവങ്ങളിൽ അപൂർവം എന്തെന്ന് വാസ്തവത്തിൽ എങ്ങും എഴുതി വെച്ചിട്ടില്ല. അത് ജഡ്ജിയുടെ ഒരു മനോബോധത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം. അതുകൊണ്ടാണ് ചില കേസുകളുടെ വിധി നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ആളിനെ തൂക്കാൻ വിധിക്കുന്നില്ല. പകരം ജയിലിലിടുമ്പോൾ നമുക്ക് തോന്നും ഇയാളുടെ എന്തോ സമ്മർദ്ദമാണ്, ഇയാളുടെ എന്തോ സ്വാധീനമാണ്. എല്ലായ്പ്പോഴും ഒന്നും അത് അങ്ങനെയല്ല. അതിന് കാരണമുണ്ട്. കോടതിക്ക് വേണ്ടത് ഒരു കാരണവശാലും ഇൻഫർമേഷൻ അല്ല, മറിച്ച് വിത്ത് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസസ്. നിങ്ങൾ തെളിവ് കൊടുത്തെങ്കിൽ മാത്രമേ കോടതി അക്സെപ്റ്റ് ചെയ്യൂ. പലപ്പോഴും നമ്മൾ കേൾക്കുന്നതെല്ലാം ഇൻഫർമേഷൻസ് ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അതിൽ ചിലരുടെ പേര് പരാമർശിക്കുന്നുണ്ട്.
അവരുടെ പേരൊക്കെ പരാമർശിക്കുമ്പോൾ അല്ലെങ്കിൽ PV അൻവർ മുമ്പോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇൻഫർമേഷൻസ്, അതിനെ ആധാരമാക്കിക്കൊണ്ടൊരു കേസ് വേണമെങ്കിൽ പോലീസിനെടുക്കാം. സുവോ മോട്ടോ എന്നാണ് അതിന് പറയുക. ഈ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടായില്ല, പോലീസ് അന്വേഷിക്കണം, തെളിവുകൾ ശേഖരിക്കണം. ഈ തെളിവുകൾ കൃത്യം ശേഖരിച്ച് കോടതിക്ക് മുമ്പിൽ കൊണ്ടുകൊടുക്കുകയും എതിർഭാഗം വാദിച്ച് അതിൻ്റെ ആധികാരികത അങ്ങനെ അല്ലെന്ന് പറയുകയും ചെയ്യുന്ന ആ നിയമത്തെ നിയമം കൊണ്ട് കൊല്ലുന്ന, ഒരു നിയമം കൊണ്ട് മറ്റൊരു നിയമത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്ന ആ കോടതിയിലെ അവസാന വാക്കിനു വേണ്ടി കാത്തിരിക്കണം. നമുക്കൊക്കെ പറ്റുന്നത് ഇന്ന് പ്രതിയെ തീരുമാനിക്കുന്നത് പത്രമാണ്, പ്രതിയെ തീരുമാനിക്കുന്നത് പോലീസാണ്, പ്രതിയെ തീരുമാനിക്കുന്നത് ചാനലാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്, പോലീസ് പോലുമല്ല. പോലീസ് കക്ഷി, എതിർകക്ഷി എന്നൊക്കെ പറഞ്ഞ് കേസ് കൊണ്ടു കൊടുക്കും. പക്ഷെ കോടതിക്കാണ് അന്തിമ വിധി പറയാൻ അധികാരം. ആ കോടതിയിലും നീതി കിട്ടിയില്ലെങ്കിൽ മേൽക്കടകങ്ങൾ വച്ചിരിക്കുകയാണ്. അതാണ് ആ സംവിധാനം. നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥ അങ്ങനെയാണ്. ഇതൊന്നും പുതുമയുള്ള കാര്യമല്ല, ഇതൊക്കെ പണ്ടുപണ്ടേയുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്നും കോടതിയുടെ വ്യവഹാര ഭാഷ ലാറ്റിനാണ്. അവിടെ പറയുന്ന പദങ്ങളൊക്കെ ലാറ്റിനാണ്. ഞാൻ പറഞ്ഞല്ലോ, കേസ് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ ആ കുറ്റകൃത്യത്തിന് പ്രേരകമായ കാര്യത്തിന് ഒരു പദം പറയും, മെൻസ് റിയ. ഈ മനുഷ്യൻ എന്തിനാണിത് ചെയ്തത് എന്നാണ് ആ മെൻസ് റിയ എന്ന ചോദ്യത്തിന്റെ ഉത്തരം. കുറ്റകൃത്യത്തിന്റെ കാരണം എന്താണ്, അത് പോലീസ് തിരക്കുകയാണ്. ഈ കുറ്റകൃത്യത്തിന് ആരാണ് പരാതിക്കാരൻ, അതിന്റെ പേര് പറയും ലോക്കസ് സ്റ്റാൻഡി. ഇതൊന്നും പുതിയ പദമല്ല. പണ്ട് യേശുവിനെ വിധിച്ച ആ ന്യായാധിപ കോടതിയിൽ അന്ന് ഉപയോഗിച്ച അതേ പദങ്ങളാണ് തൊട്ടടുത്ത ക്രിമിനൽ കോടതിയിൽ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ബൈബിൾ ചിന്തകളുടെ വ്യക്തത എന്നതുകൂടി നിങ്ങൾ ഓർക്കണം. ഇത് കെട്ടുകഥയൊന്നുമല്ല, നടന്ന സംഭവങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് സന്നിധിരീൻ എന്ന കോടതിയിലേക്ക് പോകാം. അവിടെ ലാറ്റിനൊന്നുമല്ല, അവിടെ എബ്രായ ഭാഷയാണ്, ഹീബ്രു ആണ് ചർച്ചയ്ക്ക് ആധാരം. അപ്പുറത്ത് മാറിയ ഗ്രീക്കും ലാറ്റിനുമാണ് പീലാത്തോസിന്റെ കോടതിയിലെ ചർച്ചയുടെ വ്യവഹാര ഭാഷ. ഇപ്പുറത്ത് മാറിയാൽ പുരോഹിത കോടതിയിൽ കൃത്യമായി ഉപയോഗിക്കുന്നത് അവരുടെ ബൈബിൾ എഴുതപ്പെട്ട, പഴയ നിയമം എഴുതപ്പെട്ട ഭാഷയാണ്. അപ്പോൾ ഫുൾക്കോറം കൂടുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരു നിബന്ധന ഞാൻ പറയാം. ആരോപണ വിധേയനില്ലേ, റയറസ്റ്റ് ഓഫ് റയർ, അപൂർവങ്ങളിൽ അപൂർവമെന്ന് ആളുകൾ പറഞ്ഞു പരത്തി കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ മനുഷ്യനില്ലേ, അയാളെ നടുവിലിങ്ങനെ നിർത്തും. നടുവിൽ നിർത്തുമ്പോൾ ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കും. കുറ്റപത്രം വായിച്ചിട്ട് കഴിഞ്ഞ് ഈ മഹാപുരോഹിതൻ ചോദിക്കും, നിനക്ക് വല്ലതും പറയാനുണ്ടോ? അത് കേട്ടേ പറ്റൂ, അല്ലാതെ നീ മിണ്ടരുത് എന്നൊന്നും പറയാൻ പറ്റില്ല. നിനക്ക് പറയാനുള്ളത് പറയാം. അവൻ പറയും, കുറ്റം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലേ ചർച്ചയുള്ളൂ. കുറ്റം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാലും ശിക്ഷ ഉണ്ടാവില്ല. തെളിയിച്ചു കൊടുക്കണം. ഇവൻ അത് കള്ളമാണ് പറയുന്നെങ്കിലോ, മറ്റൊരാളെ രക്ഷിക്കാൻ പറയുന്നതാണെങ്കിലോ, എന്ന് വെച്ചാൽ ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നു, നിങ്ങൾ കോടതിയുടെ മുമ്പിൽ പറയാ ഞാനാണ് കുറ്റവാളി, സ്വീകരിക്കില്ല. അതുകൊണ്ട് കുറ്റവാളി ആവില്ല. അതിന് സബ്സ്റ്റാൻഷ്യൽ എവിഡൻസസ് പോലീസ് കൊടുക്കണം. ഇത് ശരിയാണ് എന്ന് സ്ഥാപിക്കണം. എന്നിട്ട് വാദം നടക്കുകയാണ്. വാദം മുറുകുന്നു. ഈ വാദം മുറുകുമ്പോൾ മജിസ്ട്രേറ്റ്, ഈ ജഡ്ജി ആദ്യം നോക്കുന്നത് തൻ്റെ ഇടതുവശത്തേക്കാണ്, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കും. എന്തിനാണ് നോക്കുന്നത്? അവിടെ ചില വാദമുയരും. അവിടെ നിന്നൊരു മാന്യൻ എഴുന്നേറ്റിട്ട് പറയും, പ്രഭു, കേട്ടറിഞ്ഞിടത്തോളം മനസ്സിലാക്കിയിടത്തോളം ഇയാൾ കുറ്റവാളി തന്നെ. അവൻ്റെ രൂപവും ഭാവവും നിൽപ്പും നിഷേധവും കണ്ടില്ലേ, അവൻ കുറ്റവാളിയാണ്. ഇനി കരുണയുടെ ആവശ്യമില്ല. അവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ മോശയുടെ ന്യായപ്രമാണം പറയുന്നു. അവനെ കൊല്ലണം. ഇടതുവശത്തിരിക്കുന്ന മനുഷ്യരൊക്കെ പറയും അതാണ് ശരി. ഈ ശബ്ദം അങ്ങോട്ട് ഉയരുമ്പോൾ മഹാപുരോഹിതൻ ഒരാക്ഷൻ കാണിക്കും. വലത്തോട്ട് നോക്കും. വലതുവശം നിശബ്ദമെങ്കിൽ ഇനി അധികം ചർച്ചയില്ല. പുരോഹിതൻ വീണ്ടും ചോദിക്കും, സാക്ഷിമൊഴികളോ? ഇനി എന്തെങ്കിലും ഇല്ല. വലതുവശം നിശബ്ദമായാൽ കൺസെന്റ് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ വലതുവശത്തുനിന്നൊരു മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറയാ, പ്രഭു, ദുരുത്തനെ കൊല്ലുന്ന ഏർപ്പാടാ, അതും കല്ലെറിഞ്ഞ്. അവന് ഭാര്യയുണ്ട്, അവന് മക്കളുണ്ട്, മുട്ടിലിഴയുന്ന കുഞ്ഞുണ്ട്, കണ്ണ് കാണാത്ത അപ്പനുണ്ട്. പ്രഭു, ഈ സാക്ഷിമൊഴികളൊക്കെ ദുർബലമാണ്. നമ്മളൊരു മനുഷ്യനെ കൊല്ലുകല്ലേ, ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ, ഇവർ കള്ളമാണ് പറയുന്നതെങ്കിലോ? പ്രഭു, അതുകൊണ്ട് അവനെ വെറുതെ വിടണമെന്നല്ല.
ഒരു ശിക്ഷ കൊടുക്കാവന്, പക്ഷെ കൊല്ലല്ലേ. വാദം മുറുകും. അപ്പുറത്തെ ആൾ പറയും നോ, ശരിയാണ്. ഇവിടെ വീണ്ടും വീണ്ടും ആൾ കൂടും. ഈ വാദങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഇതിനിടയിൽ മഹാപുരോഹിതന് കാര്യം മനസ്സിലാവും. അത്ര വിവരമുള്ളവനാ മഹാപുരോഹിതൻ. നിശബ്ദമാകെ അദ്ദേഹം എടുക്കുന്ന ആ തീരുമാനം, പ്രാർത്ഥന പുരസരം ഒരു തീരുമാനം എടുക്കും. പ്രാണൻ വെച്ചുള്ള കളിയാ. എറിഞ്ഞു കൊല്ലണമെങ്കിൽ ഒത്തിരി കടമ്പകൾ. കഴിവതും ഒരുവനെ രക്ഷിക്കണം. അതാണ് മഹാപുരോഹിതന്റെ ജോലി. അതുകൊണ്ട് അയാൾ പറയും, ശരി, അവൻ സങ്കേത നഗരത്തിലേക്ക് ഓടിപ്പോകട്ടെ. നീ ഏത് ഗോത്രക്കാരൻ? ഇന്നയാളാ. ശരി, നിനക്കുള്ള സങ്കേത നഗരമുണ്ട്, ഓടിപ്പോകണം. ആ സ്ഥലം വിട്ട് പുറത്തു വരരുത്. നീ എന്നവിടം വിട്ട് പുറത്തു വരുന്നുവോ അന്ന് ശിക്ഷിക്കപ്പെടും. ആർക്കും ശല്യമില്ലാതെ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് അവനെ വിടും. വേഗത്തിൽ ഓടിപ്പോക്കണമല്ലേ, ആള് പുറകെ വന്ന് വെട്ടിക്കൊല്ലും. അവിടെ കയറി വെട്ടരുതെന്നാണ്. ഇനിയും അതിന് കഴിയുന്നില്ലെങ്കിൽ തൽക്കാലം യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പിടിക്കാം. അതാണ് അടുത്ത വഴി. ഇതൊക്കെ അപകടകരമായി എളുപ്പമല്ല. അതിനിടയ്ക്കും വെട്ടുകിട്ടി മരിക്കാം. ഇങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. എന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? മഹാപുരോഹിതന്റെ ആ ഫുൾ സന്നിധ്രീൻ കോട്ടുകൂടുന്ന ഇടത്ത് അയാളുടെ ഇടതുഭാഗത്ത് നിൽക്കുന്നവൻ പ്രതിയെ ശിക്ഷിക്കാൻ വല്ല വകുപ്പുമുണ്ടോ? നിയമത്തിന്റെ പഴുതുകൾ നോക്കി നോക്കി അർഹിക്കപ്പെട്ട ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വലതുഭാഗത്തിരിക്കുന്നവർ ഒരു പക്വതയുള്ള മനുഷ്യരാണ്. എങ്ങനൊരുത്തനെ രക്ഷിക്കാം? അതിന് ന്യായപ്രമാണം എന്തെങ്കിലും വഴി തരുന്നുണ്ടോ? രക്ഷിക്കലാണ് അവരുടെ ജോലി. എന്നാലേ ഈ ജനങ്ങളെ 70 പേരെയും സമൂഹം ബഹുമാനിച്ചിട്ട് പറഞ്ഞു, യു ആർ റെപ്രസെൻറ്റിങ് ഓൾമൈറ്റി. നിങ്ങൾ ന്യായപ്രമാണമാ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ സർവശക്തനെയാ പ്രതിനിധീകരിക്കുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് ന്യായം വിധിക്കുമ്പോൾ ദൈവം നമ്മുടെ ഇടയിലുണ്ടെന്നോർത്തു ന്യായം വിധിക്കണം. ആ ചിന്തയിൽ ആസാവ് പറയുകയാണ്, അത്യുന്നതൻ ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. അതുകൊണ്ട് ദേവന്മാരെ, സന്നിധിൻ കൗൺസിലേഴ്സ്, നിങ്ങൾ കറക്റ്റായിട്ട് നീതിപൂർവ്വം ന്യായം വിധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളും മനുഷ്യരെ പോലെ മരിക്കും. പണം വാങ്ങല്ലേ, ന്യായം മറിച്ച് കളയരുതേ, നീതി നിഷേധിക്കരുതേ. ഇനി ആസാഫിലേക്ക് വരാം. അദ്ദേഹം വലിയൊരു സംഘർഷ മനസ്സിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ സങ്കീർത്തനങ്ങളിൽ ദാവീദിന്റെ സങ്കീർത്തനത്തിലെ അനുഭവങ്ങളല്ല, കഷ്ടതയും വേദനയും ഓടിപ്പോക്കുമൊന്നുമല്ല. ദാവീദ് പറയുമ്പോൾ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്നുള്ള ഓട്ടം, അല്ലെങ്കിൽ ശൗലവനെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ. ഇനി കോരഹിന്റെ പുത്രന്മാരിലേക്ക് വരാം. എത്ര ശാലീന സൗന്ദര്യമുള്ള മനോഹര സങ്കീർത്തനങ്ങളാണത്. നമ്മൾ സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും സൗന്ദര്യാത്മകമായ അനവധി പ്രയോഗങ്ങൾ ആ സങ്കീർത്തനങ്ങളിലാണ് കാണുന്നത്. രാജാവിനെ കുറിച്ച്, രാജാവിൻ്റെ വിവാഹത്തെപ്പറ്റി, രാജ്യത്വം ഏറ്റെടുക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള മനോഹര സങ്കീർത്തനങ്ങൾ. വേഡ്സ്വർത്തിൻ്റെ കൃതികളോട് കിടപിടിക്കുന്നതോ അതിന് മുകളിലോ നിലവാരമുള്ള പ്രകൃതി ഭംഗിയുടെ വിശദീകരണത്തിൻ്റെ സങ്കീർത്തനങ്ങൾ. എന്നാൽ ആസാഫിൻ്റെത് ഒരു പ്രതിഷേധക്കാരൻ്റെ, സംഘർഷം മുറ്റിയ മനസ്സിൻ്റെ, നീതി നിഷേധിക്കപ്പെട്ട ഹൃദയത്തിൻ്റെ വാക്കുകളാണ്. ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്ന നിശ്ചയം. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളുടെ അസൂയ തോന്നി. ഈ മനസ്സുകൊണ്ട് സന്നിധിനെ വിമർശിക്കുന്ന ആസാഫ് എന്ന സംഗീതജ്ഞനെ നമ്മൾ കാണുന്നു. ആസാഫ് പറയുകയാണ്, അല്ലയോ ദേവന്മാരെ, ഭൂമിയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവരാണ്. ഞങ്ങൾ ദേവന്മാരെന്ന് കാണുന്ന നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ? നിങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുവോ? നിങ്ങളുടെ ഇടയിൽ ദൈവമുണ്ട്. കാരണം ഈ വലതുവശം നിശബ്ദമാകുന്ന ഇടത്തെ മരണത്തിൻ്റെ പരമ്പരയാണ്. ഇടതുവശം നിശബ്ദമാകുന്ന ഇടത്തെ നീതി നടപ്പിലാകാതെ പോകും, കുറ്റവാളി രക്ഷപ്പെടും. വലതുവശം നിശബ്ദമാകുന്ന ഇടത്തെ അർഹിക്കപ്പെട്ട നീതി കിട്ടാതെ അനവധി പ്രാണൻ നഷ്ടമാകും. ഈ രണ്ടു വശവും ചരിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ
കൊല്ലുന്നവരുടെ ആ ചിന്തയുണ്ടല്ലോ, ആക്രമിക്കുന്നവൻ്റെ ആ ചിന്തയുണ്ടല്ലോ, അത് ശക്തിപ്പെടുമ്പോഴും അനുതാപത്തോടെ പ്രാർത്ഥിച്ച് സഹായിക്കേണ്ടവൻ്റെ ആ വലതുവശം നിശബ്ദമായി കിടക്കുന്ന ശൂന്യത ആര് മാറ്റും? ഇവിടെയാണ് ഒരു വസ്തുത പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അജ്മൽ കസബ് എന്ന പേരുള്ള നമ്മുടെ പാർലമെന്റ് ആക്രമിച്ച ഒരു ഭീകരനെ ന്യായം വിധിച്ചു. ഇപ്പോൾ അഫ്സൽ ഗുരുവിനെ ന്യായം വിധിക്കുന്നു. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പാർലമെന്റ് ആക്രമിച്ചവന് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പെടുത്തി. അത് നിയമമാണ്. അത് അവന് പറയാനുള്ളത് കേൾക്കണം. വെറുതെ കൊല്ലാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ പ്രാണൻ വെച്ചുള്ള കളിയ. അതുകൊണ്ട് ഇത് ഗൗരവം, ശിക്ഷിക്കാം. പക്ഷേ അവന് വേണ്ടി ഒരു വക്കാലത്തേർപ്പെടുത്തണം. അത് രാജ്യ നിയമമാണ്. അവന് വേണ്ടി വാദിക്കണം, ഗവൺമെന്റ് കൊടുക്കണം ആളിനെ. ഇതാണ് നിയമം. പക്ഷേ ഒരു പ്രശ്നം, ഈ നീതി കിട്ടാതെ പോയ രണ്ട് കോടതികൾ, ശ്രദ്ധേയങ്ങളായ രണ്ട് കോടതികൾ തിരുവെഴുത്തിലുണ്ട്. ഒന്ന്, നമ്മുടെ കർത്താവായ യേശുവിനെ വിചാരണ ചെയ്ത സന്നിധി. പ്രവാചക വചനങ്ങളിൽ പറയുന്നു, വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല, താനും ആരെയും അവിടെ കണ്ടില്ല. വലതുവശം ശൂന്യമായിരുന്നു. മറ്റൊരു കോടതി സ്തെഫാനോസിനെ ന്യായം വിധിച്ച കോടതി. ഇനി സാക്ഷിമൊഴികൾ വേണ്ട, പുരോഹിതൻ വസ്ത്രം കീറി. നീതി നിഷേധിക്കപ്പെട്ട രണ്ടുപേർ നമുക്ക് ഈ കോടതിയിൽ കാണാം. ഇത് യെശയ്യാവ് പ്രവചിക്കുന്നത് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ. ആ പ്രയോഗം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. യെശയ്യാവ് ഇതെഴുതുന്ന ആ രംഗമുണ്ട്. ഈ അബദ്ധം കണ്ടിട്ട്, ഏതബദ്ധം? ന്യായാധിപ സദസ്സ് നിശ്ചലമായി മിണ്ടാതിരിക്കുന്ന അബദ്ധം കണ്ടിട്ട് യെശയ്യാവ് പറയാണ്, ഞങ്ങൾ കേൾപ്പിച്ചില്ലേ വസ്തുതകൾ? പ്രവാചക ശ്രേഷ്ഠന്മാർ ചേർന്ന് പറഞ്ഞില്ലേ ഇവൻ ആരാണെന്ന്? ആരാണ് ക്രിസ്തു? യുഗങ്ങളോളം പ്രസ്താവിച്ചില്ലേ? ഒടുക്കം യെശയ്യാവ് ഗർജിച്ച് ചോദിക്കുക, ഞങ്ങൾ കേൾപ്പിച്ചത് അല്ലയോ പ്രവാചക? ആരാണ് ഞങ്ങൾ? അങ്ങ് മോശ മുതൽ ഇങ്ങോട്ട് പ്രവചിച്ച പ്രവാചക വരേണ്യന്മാർ. അല്ലല്ല, അങ്ങ് ആദിയിലേതനിൽ പാപം ചെയ്ത മനുഷ്യനെ നോക്കി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പ്രവചനത്തിന്റെ ആ ത്രെഡുണ്ടല്ലോ, അത് ഇടതെറ്റാതെ വരും വഴിക്ക് ഞങ്ങൾ കേൾപ്പിച്ചു ഒരു കാര്യം. പക്ഷേ ആർ വിശ്വസിച്ചിരിക്കുന്നു? കാരണം കോടതിയുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ, ന്യായാധിപ സദസ്സ് നോക്കുമ്പോൾ, ഇതാ ഒരു ദുർബലൻ ഇവിടെ നിൽക്കുന്നു. തലയിൽ മുൾക്കിരീടമാണ്. ആളും അംഗബലവുമുണ്ടെന്നാണ് ഇന്നലെ വരെ കരുതിയത്. ആ പ്രകടനം കണ്ടപ്പോൾ, കഴുതക്കുട്ടിയുടെ പുറത്തുള്ള യാത്ര കണ്ടപ്പോൾ, കടലിൻ മീതെ നടക്കുന്ന ആരവാരം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ധരിച്ചതേ സംഘബലത്തിന്റെ കരുത്തുകൊണ്ട് ഈ ജയിലിനകത്ത് നിന്ന് ഇവനെ വലിച്ചിറക്കി കൊണ്ടുപോകാൻ ആൾ വരുമെന്ന് ഓർത്തത്. പക്ഷേ വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരിക്കുന്ന യുവശക്തി ഒന്ന് മനസ്സിലാക്കണം. ആൾബലമല്ല നമ്മുടെ ശക്തി, പണമല്ല നമ്മുടെ ശക്തി, പിൻബലമല്ല നമ്മുടെ ശക്തി, ഇഹലോകം പറയുന്ന വാഗ്ദത്തമല്ല നമ്മുടെ ശക്തി. പിന്നെയോ എന്നെയും നിങ്ങളെയും കുറിച്ച് എഴുതി വെച്ച പ്രവചനത്തിന്റെ ശക്തി ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഞാനതങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങളിവിടെ വന്നതേ, ഞാനിവിടെ വന്നതേ PYPA 47 മുതലുള്ള 8 ശതകങ്ങൾ പിന്നിട്ടതേ ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ്. കർത്താവിന്റെ ദാസൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ പെന്തക്കോസ്ത് വിശ്വാസത്തിന്റെ തനിമയിൽ നിൽക്കാൻ അറിവും അന്വേഷണങ്ങളും മാത്രം പോരാ, അതിന് അനുഭവങ്ങൾ ആവശ്യമുണ്ട്. ആ അനുഭവങ്ങളെ പ്രയോജനപ്പെടുത്താനാണ് PYPയുടെ സഹോദരങ്ങൾ തുനിഞ്ഞത് എന്ന് അവരുടെ വാക്കുകൾ കൂടി കേട്ടപ്പോഴും സന്തോഷം തോന്നി. സാങ്കേതികതയ്ക്കപ്പുറത്ത് അത് യാഥാർത്ഥ്യമായി ഭവിക്കട്ടെ. അതിൻ്റെ കാരണം നിങ്ങളിവിടെ ഇരിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നത് വെറുതെയല്ല. ആരോ വർഷങ്ങൾക്കപ്പുറം ഒരു ദൂതായി, ആലോചനയായി എൻ്റെയും നിങ്ങളുടെ ഉൾത്തടത്തിൽ തട്ടുമാറ് അപ്രസക്തമായൊരു വേദിയിൽ പറഞ്ഞ, ഞാനും നിങ്ങളും ശ്രദ്ധിക്കാതെ പോയ 100 ആലോചനകളുടെ ഉത്തരമാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിക്കുന്നു. എൻ്റെ വിഷയം ഇപ്പോഴതല്ല. രണ്ടാമത്തെ വിഷയം നമ്മുടെ
സ്തെഫാനോസിനെ വിധിക്കുന്ന ആ സന്നിധി സംഘമാണ്. അത് പക്ഷെങ്കിൽ ഈ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ ഒരുക്കിയ അറേഞ്ച്ഡ് കോർട്ടല്ല, അങ്ങനെ പുറത്തുള്ള ഒരു കോടതിയാണ്. ഉദാഹരണം, നമ്മുടെ കളക്ടർ ഇവിടെ വന്നെങ്കിൽ കളക്ടർ എവിടെ നിൽക്കുന്നോ അവിടം കോടതിയാണ്. നമ്മൾ ആ പറയുന്ന എല്ലാം കോടതിയോട് പറയുകയാണ്. കളക്ടറെ വീട്ടിൽ ചെന്ന് കണ്ടു, അദ്ദേഹം വീട്ടിൽ ബെർമുടയൊക്കെ ഇട്ടിരിക്കുകയാണ് എന്ന് വിചാരിച്ചു. പക്ഷേ അതും കോടതിയാണ്. കളക്ടർ ജീവിതമേ കോടതിയാണ്. മനസ്സിലായില്ലേ? ചിലതരം ഉത്തരവിടാനുള്ള അധികാരമില്ല, അദ്ദേഹത്തിൻ്റെ ജുറിഡിക്ഷൻ ഉണ്ട്, ആ മേഖലയിലേക്ക് ഇടാൻ പറ്റൂ. ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ള സിസ്റ്റമാണ്. തഹസീൽദാർ കോടതിയാണ്, RDO കോടതിയാണ്. അപ്പോൾ അതിന് ചില സംവിധാനങ്ങളുണ്ട്. എന്നാൽ മറ്റു കോടതിയുണ്ട് നമുക്കല്ലാതെയുള്ള, അതും ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോഴേ അതുകൊണ്ടാണ് പോലീസിനെയൊക്കെ ആക്കി ഈ ജഡ്ജിയുടെ വീടിന് കാവൽ വെച്ചിരിക്കുന്നത്. ജഡ്ജി 24 അവേഴ്സും ജഡ്ജിയാണ്. മജിസ്ട്രേറ്റ് 24 അവേഴ്സ് അങ്ങനെ തന്നെയാണ്. മുനിസിപ്പ് അങ്ങനെ തന്നെയാണ്, മാറ്റമില്ല. അതാണ് ആ ജോലിയുടെ പ്രത്യേകത. അപ്പോഴേ പൗലോസ് പുറത്തിറങ്ങിയാലും മഹാപുരോഹിതൻ പുറത്തിറങ്ങിയാലും സന്നദ്ധീൻ കൗൺസിലൊക്കെ ഞങ്ങൾ എവിടെ ഇറങ്ങിയാലും അത് കോർട്ടാണ്. ഈ കൺസെൻറ്റ് കയ്യിലിരുന്നാൽ മതി, തട്ടിക്കളയാം. മനസ്സിലായില്ലേ? ഇതും കൊണ്ടാണ് ഈ വരവ്. അപ്പോൾ വിചാരണ നടക്കുക. മഹാപുരോഹിതനുണ്ട്. മഹാപുരോഹിതൻ്റെ മുമ്പിലേക്ക് വലിച്ചിരച്ച് ഒരു മനുഷ്യനെ കൊണ്ടുവന്നു, നമ്മുടെ സ്തെഫാനോസ്. ഈ സ്തെഫാനോസിനൊരു ചരിത്രമുണ്ട്, അനുഭവങ്ങളുടെ ചരിത്രം. ഇദ്ദേഹം പണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടൊരു മനുഷ്യനാണ്. ആത്മനിറവും ദൈവകൃപയും ഒക്കെ ഉള്ള പരിജ്ഞാനമുള്ളൊരു 7 പേരെ തിരഞ്ഞെടുക്കാൻ അപ്പോസ്തലൻ കൊടുത്ത ആ ഉത്തരവുണ്ടല്ലോ, അതിൻ്റെ പരിണിത ഫലമായി വന്ന ആളാണ്. മേശമേൽ ശുശ്രൂഷിക്കാൻ എല്ലാ പണിയും ചെയ്യണം. വരവും ചെലവും കണക്കും, പലവ്യഞ്ജനങ്ങളുടെ കുറിപ്പും ആഹാരപദാർത്ഥങ്ങളുടെ കണക്കും അത് വേണമെന്നവർക്ക് കൊണ്ടു എത്തിക്കേണ്ടത് അത് വലിയൊരു സേവനമാണ്, വലിയൊരു ജോലിയാണ്. അങ്ങനെയാണ്. അപ്പോൾ നമ്മളിങ്ങനൊരു ജോലിയിൽ അകപ്പെട്ടാൽ കുറേയൊക്കെ ദുഃഖിക്കുകയല്ലേ, എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കും. എന്നെ പിടിച്ച് ഇവിടെ ആക്കി, എനിക്ക് പ്രസംഗിക്കാനായിരുന്നു ഇഷ്ടം, അല്ല എനിക്ക് ഇന്ന കഴിവുണ്ടായിരുന്നു, എന്നെ അവിടെ ആക്കിയില്ല. ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. നമുക്കെന്തറിയാം എന്ന് പറയുന്നത് നമുക്ക് തരികയില്ല. അങ്ങനെയാണ്. കാരണം നമുക്ക് അഹന്ത വരും, അതാ കാര്യം. ഇത് എനിക്ക് പണ്ടേ അറിയാവുന്നൊരു കാര്യമാണ്. അറിയാൻ പാടില്ലാത്ത പണിയെ ദൈവം നമുക്ക് തരൂ. പാട്ട് പാടുന്ന ആളുകൾക്ക് ഇപ്പോഴും പേടി മാറിയിട്ടില്ല. പ്രസംഗിക്കുന്ന ദിവ്യാസന്മാരോട് ചോദിക്ക്, ആയിരക്കണക്കിന് വേദി പ്രസംഗിച്ചിട്ടും പേടി മാറില്ല. ഏതോ ഒരു ഭയം, അതാണ് നമ്മളെ മുമ്പോട്ട് നയിക്കുന്നത്. ഭയമില്ലെങ്കിൽ ശുശ്രൂഷ യാന്ത്രികമാകും. അതാ കാര്യം. പേടിയില്ലെങ്കിൽ ഓർത്തുകൊള്ളണം, ആ ശുശ്രൂഷ യാന്ത്രികമാണ്. പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ തത്രപ്പാട് ഓരോ സങ്കീർത്തനം വായിക്കുമ്പോഴും ഓരോ പാട്ട് പാടുമ്പോഴും ഓരോ ദൗത്യം ചെയ്യുമ്പോഴും തൻ്റെ ഭക്തനുണ്ടാകണം. അതെന്താ കാര്യം? അറിയാത്ത ജോലി. അറിയാവുന്നതൊന്നും അല്ല തന്നത്, അറിയാത്ത ജോലി. തെളിവ് വേണോ? നമ്മുടെ മത്തായി വാസ്തവത്തിൽ ഈ ട്രഷറാകേണ്ട ആളാണ്. കാരണം എന്താ? പണം കൈകാര്യം ചെയ്ത് ശീലമുണ്ട്. കൊമേഴ്സ് പഠിച്ച ആളാണ്, അക്കൗണ്ടൻസി ഒക്കെ പഠിച്ച ആളാണ്. അദ്ദേഹം അക്കൗണ്ടൻസി പഠിച്ചു എന്ന് ഞാൻ തെളിവ് തരാം. ആ മത്തായിയുടെ സുവിശേഷം വായിച്ചാൽ തന്നെ മനസ്സിലാകും അത് അക്കൗണ്ടൻസിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തലമുറകൾ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, അവിടുന്ന് ക്രിസ്തുവിനോട് കണ്ടോ, അടുക്കും ചിട്ടയും കണ്ടോ. ഈ ഒരു വ്യത്യാസമില്ലാത്തൊരു സബ്ജക്റ്റാണ് കൊമേഴ്സ്, അക്കൗണ്ടൻസി. പണ്ട് പഠിച്ച അക്കൗണ്ടൻസി മതി ഇപ്പോഴും. അത് കമ്പ്യൂട്ടറൈസ്ഡ് ആയി എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, ഡിജിറ്റലായി. അത് മാറത്തില്ലാത്തൊരു ശാസ്ത്രമാണ്. എന്താ കാര്യം? അക്കൗണ്ടൻറ്റ് പ്രത്യേകിച്ചൊരു ചെലവും ചെയ്യുന്നില്ല. അയാൾ കൂട്ടുന്നില്ല, കുറയ്ക്കുന്നില്ല, ഗുണിക്കുന്നില്ല. ആകെ ചെയ്യുന്നത് നമ്മൾ ചെയ്ത ചിതറിക്കിടക്കുന്ന ചിലവ് അടുക്കി 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 വെക്കുന്നു. ചിതറിക്കിടക്കുന്ന പുസ്തകം ഒന്ന് ലേ ഔട്ട് ചെയ്യുന്നു. ഇതാണ് അക്കൗണ്ടൻറ്റിൻ്റെ പണി. അത് നല്ല തല വേണം, എവിടെ വെക്കണോ എങ്ങനെ വേണം അറേഞ്ച് ചെയ്ത് തരാൻ. ചാർട്ടേഡ് അക്കൗണ്ടൻ്റൊക്കെ ജോലി അതാണ്. അപ്പോൾ നല്ല ബുദ്ധിയുള്ളവർക്ക് അത് പറ്റും. കൊമേഴ്സൊക്കെ എടുത്തവർ ഓർത്തണം, നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണ്, എടുക്കുന്നവർ ഓർത്തണം. പക്ഷെ നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, അവിടെ പറയാം. ലാംഗ്വേജ് അങ്ങേയറ്റം പരിതാപകരമാണ് കൊമേഴ്സ് എടുത്തവരുടെ. ഇംഗ്ലീഷൊക്കെ കേട്ട് കഴിഞ്ഞാൽ വില്യം ഷേക്സ്പിയറൊക്കെ മണിക്കൂർ കരഞ്ഞു പോകും. എല്ലാവരും അല്ല കേട്ടോ. ക്രെഡിറ്റ് വാട്ട് കംസ് ഇൻ
ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ തൊലി പൊളിച്ചേ പറയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അല്ല കേട്ടോ. പഴയ ആളുകളുടെ കഥയാണ് പറഞ്ഞത്. അത് സാഹിത്യം വഴങ്ങാൻ പാടാന്ന് അതായി പറഞ്ഞു. അത് പറഞ്ഞാൽ മതി. സാഹിത്യം വഴങ്ങത്തില്ല. കൊമേഴ്സ് പഠിച്ചവർക്ക് സാഹിത്യം വഴങ്ങില്ല. അപൂർവം ചിലരുണ്ടാവും. അഴീക്കോടൊക്കെ കൊമേഴ്സ് പഠിച്ചാളാ സാഹിത്യം വഴങ്ങി കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട് കേട്ടോ. അപ്പോൾ തീരെ വഴങ്ങൂലെന്നല്ല, ഇച്ചിരി പാടാണ്. സാഹിത്യം വഴങ്ങുന്ന ആളിനെ കൊണ്ട് ചെയ്യാൻ പറ്റിയ പണിയാണ് ഈ ചരിത്രരചന, കൃതിയൊക്കെ എഴുതുക. മത്തായിക്ക് പണം കൈകാര്യം ചെയ്യാനായിരുന്നു കഴിവ്, പക്ഷെ വിളി കിട്ടിയത് സുവിശേഷം എഴുതാനാണ്. എന്താ കാര്യം? പറ്റാത്ത പണി വരുമ്പോൾ ജാഗ്രത കൂടും, നമ്മുടെ ശുഷ്കാന്തി കൂടും, ആത്മാർത്ഥത കൂടും. അതാണ് സുവിശേഷ വേലയെ നമുക്ക് പറ്റാത്തൊരു ജോലി ആ കൃപ കൊണ്ട് ചെയ്തെടുക്കാൻ അത്യന്ത ശക്തി അത് മൺകൂടാരത്തിൽ തന്നു. സ്വന്തമല്ലിത് തമ്പുരാൻ്റെ കൃപ. അതുകൊണ്ട് കിച്ചണിലെ ജോലിയൊക്കെ ചെയ്ത് പലവ്യഞ്ജനങ്ങൾ അരിഞ്ഞ് പുകയടിച്ച്, ഇന്നത്തെ പോലെ ഉള്ള സംവിധാനമൊന്നും ഇല്ലാത്ത കാലമല്ലേ, ആഹാരം എത്തേണ്ടിടത്ത് എത്തിയോ? എബ്രായ വിധവമാരും യവനായ വിധവമാരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും ഫുഡ് കിട്ടിയോ? ശുചിത്വബോധം പാലിച്ചോ? ഇതെല്ലാം നോക്കി നടത്തുന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന പരമാവധി പ്രമോഷൻ എന്താ? അതിൻ്റെ ഒരു സൂപ്പർവൈസർ. പക്ഷെ തമ്പുരാൻ ചിന്തിച്ചു, ഇതല്ല എൻ്റെ പണി, ഇതല്ല. അവനെ പൊക്കിയെടുത്ത് സുവിശേഷം പ്രസംഗിക്കാൻ കൊണ്ടുവന്നു. സ്തെഫാനോസ് എത്ര പ്രസംഗം നടത്തിയെന്ന് നമുക്കറിയില്ല. പക്ഷെ ആ പ്രസംഗം മരിക്കുന്നതിനന്നത്തെ പ്രസംഗം ഗംഭീരമായിരുന്നു. പഴയ നിയമം മൊത്തം അങ്ങ് പറഞ്ഞു, പുതിയ നിയമത്തിലേക്ക് വന്നു. അല്ലേ, എവിടം തുടങ്ങി നോക്കിയേ. ആ തുടക്കം ഭയങ്കര രസരാ. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പ് മെസപ്പൊട്ടേമിയിലായിരുന്നപ്പോൾ തേജോമയനായ ദൈവന് പ്രത്യക്ഷനായി. അങ്ങനെ ഊരിലെ പുറപ്പാട് മുതൽ ഇങ്ങോട്ട് ആരംഭിച്ച് മോശ മിസ്രൈമിൽ പോയ സംഭവം, അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്ന സംഭവം, അങ്ങനെ അടുക്കും ചുറ്റോടും കൂടി വന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം അവിടെ കൊണ്ട് ഇതങ്ങ് തറച്ചു. അതുവരെ പ്രസംഗം കേട്ട് നിന്നവർക്ക് ഈ വിഷയം വന്നപ്പോൾ കലിപ്പിടിച്ചു. നിങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ സന്നക്കുര്യൻ പാസ്റ്ററോടോ പൗലോസ് സാറിനോടോ ചോദിക്കണം. അവരൊക്കെ പ്രസംഗിക്കുന്ന ആളുകളല്ലേ. അച്ഛാ, ഈ മൈക്ക് ഏറ്റവും പണി കിട്ടുന്ന സമയം മറ്റൊരുത്തലും രക്ഷയില്ല എന്ന വാക്യം പറയാൻ തുടങ്ങുകയും ഒരു തിരിതിരിക്കും പിള്ളേർ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അച്ഛൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളിങ്ങോട്ട് സുവിശേഷം പറഞ്ഞു, വേറെ ഒരു സമയത്തും ഇല്ല, മറ്റൊരുത്തലും രക്ഷയില്ലെന്ന് പറയുകയും ഒരു തിരിതിരിക്കും. ഒന്നിലെ വണ്ടിയിലെ കൂട്ടിയിടും, അല്ലെങ്കിൽ താഴോട്ട് തിരിക്കും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ ഇതുവരെ അങ്ങനെ വന്നില്ല. നമ്മുടെ അകത്തെ യോഗമായതുകൊണ്ടാണ്. ക്രൂശീകരണം പറഞ്ഞു തുടങ്ങിയോ ഏതാണ്ടൊരു വല്ലായ്മ, അല്ലെങ്കിൽ ഒരു കുടിയനവിടെ ഇളകും. ആകെ ഒരു വിഷയമാണ് ഇവർ ഇളകി. മഹാപുരോഹിതൻ പറയുക, ഇനി സാക്ഷിയിടൊന്നും വേണ്ട, തെളിവൊന്നും എടുക്കുന്നില്ല, എനിക്ക് കാര്യം പിടികിട്ടി. അത്ര അധികാരമാണ്. പുരോഹിതൻ ആദ്യം ഒരു ചെറുകല്ലെടുത്ത് ഇങ്ങനെ പ്രതീകാത്മകമായി എറിയണം. അപ്പുറത്ത് എറിയാൻ കഴിവുള്ള മനുഷ്യരെ നിർത്തിയിട്ടുണ്ട്, അവരാ പിന്നെ എറിയുന്നേ. അത് ഏറെന്നും കല്ലെന്നൊക്കെ പറയും നമ്മുടെ സങ്കല്പത്തിലെ ഉരുളൻ കല്ലെന്ന്. നല്ല ചുണ്ണാമ്പ് കല്ലുകളുണ്ടല്ലോ, മാർബിൾ കല്ലുകളുടെ പീസ് പോലെ കിടക്കും. ഈ സാധനം വെച്ച് എറിയുന്നേ ഇതാ കൊള്ളുന്ന ചില്ലറ കാര്യമല്ല. അപ്പോഴേ ഈ സ്തെഫാനോസിന് ന്യായമായൊരു റൈറ്റ് ഉണ്ട്, ഒരവകാശം. അവകാശം എന്തെന്നാണോ? അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാൾ വേണം, അപ്പുറത്തുനിന്നൊരാൾ സംസാരിക്കാൻ വേണം. സ്തെഫാനോസ് ഈ പ്രസംഗം അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഒന്ന് ആലോചിച്ച്, എന്തൊരു ആനന്ദമാണ്. PYPയുടെ ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നതിൽ നല്ലതാ കോടതി മുറിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഈ പ്രഭാഷണം. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ്. അങ്ങോട്ട് പ്രസംഗിച്ച് തീരുകയും എറിയാൻ ഉത്തരവ്. ഞാൻ പറഞ്ഞു, വലതുവശം ശൂന്യം, ഇടതുവശം ആക്രോശം. അവനെ എറിയണം, എറിയണം, എറിയണം. എറിയാൻ അവർ തയ്യാറായി. നമുക്കിന്നൊരു ഉത്തരം കണ്ടുപിടിച്ചു പോകണം. വരാനിരിക്കുന്നൊരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ നമുക്കും ഇങ്ങനെ ഏറ് കിട്ടുകയോ നമ്മുടെ കൈവെട്ടുകയോ തലവെട്ടുകയോ ഒക്കെ ചെയ്താൽ വേദന വരുമോ? പിന്നെ വെട്ടിയ വേദന വരികയല്ലേ. അണലി കടിച്ചാൽ നമ്മൾ ചാവും. പക്ഷെ വാഗ്ദത്തമുള്ളത് കൊണ്ട് അന്ന് പൗലോസ് ചാകാഞ്ഞേ. അണലി കടിച്ചാൽ പൗലോസിന് ഏക്കത്തില്ലെന്നൊന്നും ഇല്ലെന്നേ. വാഗ്ദത്തം മുൻകൂട്ടി ഉള്ളത് കൊണ്ട് അത് തരുന്നൊരു ഇമ്മ്യൂണിറ്റി ശരീരത്തിൽ കിടക്കുക. കോവിഡൊക്കെ നമ്മളെ വിഴുങ്ങേണ്ടതായിരുന്നു. നമ്മൾ കുറേ നാളിൽ നിൽക്കണമെന്ന്
ഒരു വാഗ്ദത്തം നമ്മൾ അറിയാം ഇതിനകത്ത് ഒട്ടിച്ചു വെച്ചപ്പോൾ അവനോടൊന്ന് തിരിച്ചു. അല്ല മൂക്ക് മൂടി കെട്ടിയോണ്ടൊന്നും അല്ലിത്. അഹങ്കരിച്ച് നടക്കണമെന്നല്ല അതിന്. സർക്കാർ പറഞ്ഞൊക്കെ കേൾക്കണം. നമ്മൾ രാജ്യനിയമം ലംഘിക്കരുത്. ഇതൊന്നും അല്ലെന്നേ. ഡെറ്റോൾ വെള്ളത്തിൽ കൈ കഴിയതോ ഒന്നുമല്ലെന്നേ. സാനിറ്റൈസേഷൻ കറക്റ്റായതൊന്നും അല്ലെന്നേ. ഒരു വാഗ്ദത്തം. ആ വാഗ്ദത്വത്തിൻ്റെ ബലത്തിലാ നമ്മളീ വന്ന്. അവിടെ കല്ലെറിഞ്ഞാൽ വേദനയുണ്ട്. പക്ഷെ ഒരു കാര്യം, 1-2 ഏറ് കഴിയുമ്പോൾ പിന്നെ വേദന ഒന്നുമില്ല. കാരണം മുട്ടുകുത്തി അങ്ങോട്ട് നിൽക്കുമ്പോൾ ഒരു കാഴ്ച. അവനെ കണ്ടവർ പറയുക, അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. ഈ അനുഭവം കിട്ടുമെങ്കിൽ ഏറൊന്നൊരു വിഷയമല്ല കുഞ്ഞെ. ഇന്ന് സമർപ്പിതരായത് ഇവിടം വിട്ടു പോകാവൂ. നാഥ, ഞാൻ ഒത്തിരി വേദനയും ത്യാഗവും സഹിച്ചു. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെങ്കിലും നിനക്ക് വേണ്ടി ഒന്ന് വേദനിക്കാൻ നീ എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, നിന്റെ കൃപ കൂടെ ഉണ്ടെങ്കിൽ അത് മുടക്കിക്കളയരുതേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ജീവിതത്തിൽ പട്ടിണിയും ത്യാഗവും ഒക്കെ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഒരാഹാരം ഇളക്കാൻ, ഒന്ന് കഷ്ടപ്പെടാനൊരവസരം നീ കരുതി വെച്ചെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? ഇന്ന് മുഴുവൻ നമ്മൾ കേൾക്കുന്ന എന്താ? നമുക്കെന്തൊക്കെയോ കിട്ടും, എന്തൊക്കെയോ കിട്ടുമെന്ന വാക്കുകൾക്കപ്പുറത്ത് പറയാം, നിനക്ക് വേണ്ടി നിൽക്കാൻ, ഇടിവിൽ നിൽക്കാൻ എനിക്ക് കിട്ടുന്ന ഒരു സന്ദർഭം, കോടതി മുറിക്കുള്ളിലാണെങ്കിലും ഒന്ന് സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടുമെങ്കിൽ അവസരം നീ മുടക്കിക്കളയരുതേ. ഒരു കാര്യം ഉറപ്പാ, തമ്പുരാൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു വലിയ ധൈര്യം വരുമെന്ന്. ഇത് കഴിഞ്ഞ് നമുക്ക് തന്നെ തോന്നും, ഇതെങ്ങനെ സാധിച്ചു, ഇതെങ്ങനെ പറ്റി. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കറിവുള്ള ചില പ്രതിസന്ധികളൊക്കെ വന്നു. പ്രതിസന്ധി വന്നപ്പോൾ എനിക്കങ്ങനെ ഭയമൊന്നും വന്നില്ല. കാരണം ജന്മനാ ഞാൻ അത്ര ധൈര്യശാലിയൊന്നുമല്ല. ദൈവം ഒരു കൃപയൊക്കെ തന്നു. അന്ന് ഒരു കർത്തൃദാസൻ എന്നെ വിളിച്ചു. പരിചയമുള്ള ആളെ പേരങ്ങ് പറഞ്ഞേക്കാം, കുഴപ്പമൊന്നുമില്ല. നല്ല കാര്യത്തിന് ഒരാളുടെ പേര് പറയുന്നത് തെറ്റല്ലല്ലോ. നമ്മുടെ പാസ്റ്റർ രാജുപോക്കാലയുടെ ബ്രദറിലോയാ. അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു. ദാസനെ, ഞാൻ സൗദി അറേബ്യയിൽ ഈ ബൈബിളും കൊണ്ട് ചെന്നു. ബൈബിൾ മുഴുവൻ കീറി ഇങ്ങനെ കുന്നാക്കിയിട്ടിട്ട് ലൈറ്റർ കൈ തന്നിട്ട് പറഞ്ഞു കത്തിക്കാൻ. ബൈബിൾ കയറുന്ന കുറ്റത്തിനാ. അദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു, ഞാൻ ധൈര്യശാലിയൊന്നുമില്ല, പക്ഷേ അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, നോ നെവർ, സാധിക്കില്ല. ഞാൻ പറയും, എനിക്ക് ഈ ബലം എങ്ങനെ കിട്ടിയെന്നൊരു പിടിയില്ല. 4x4 ജയിലിൽ കൊണ്ടിട്ടെന്ന്, 4 അടി നീളം 4 അടി വീതി ഇതിൽ കൊണ്ടിട്ടു. രാവും പകലും പോകുന്നത് അറിയുന്നില്ല. എല്ലാ ദിവസവും അടി. പക്ഷെ പറയും, അടിക്ക് വേദനയുണ്ട്. അടി അങ്ങോട്ട് കഴിയുകയും ഒരു മയക്കം വന്ന് കഴിയുകയും കർത്താവ് തന്നെ ഇങ്ങനെ അടുത്ത് വന്നങ്ങിരിക്കുക. എനിക്ക് പോരാനേ തോന്നിയില്ല. എന്തായി പറഞ്ഞു വന്നേ? കാലം കുറേ കഴിഞ്ഞിട്ടേ അദ്ദേഹം പുറത്ത് വന്നപ്പോൾ ഭീരുവായിട്ടല്ല നടക്കുന്നത്, നല്ല ധൈര്യശാലിയായിട്ട്. UK അവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോയി. അദ്ദേഹം പറഞ്ഞ്, ഇനിയും സൗദിക്ക് പോകാൻ ആരെങ്കിലും വിസ തന്നാൽ ഞാൻ പോകും, ഇതും കൊണ്ട് തന്നെ പോകും. അവരൊക്കെ കിടന്നപ്പോൾ ഒരു മാറ്റം എന്താ മനസ്സിലായെന്നല്ലയോ? ഇന്നിപ്പോൾ സൗദിയാകെ മാറി, സ്ഥിതിയാകെ മാറി. ഇനിയും പ്രാർത്ഥിച്ചു, ഇനിയും സ്ഥിതി മാറും. നമ്മൾ പണ്ട് പ്രാർത്ഥിച്ചിട്ടതൊന്നും ഫലം കാണാതിരുന്നിട്ടില്ല. പണ്ട് എത്ര കണ്ണീര് ഈ തറയിൽ വീണു. നമ്മൾ തിന്മ മാത്രമേ കാണത്തുള്ളേ. ഈ തറയിൽ വീണ അനവധി ദൈവമക്കളുടെ കണ്ണീരുണ്ട്, പ്രാർത്ഥനയുണ്ട്. പ്രായമുള്ള അമ്മച്ചിമാരുടെ, അപ്പച്ചന്മാരുടെ വിയർപ്പും കണ്ണീരുമൊക്കെ ഇവിടെ വീണിട്ടുണ്ട്. അതൊക്കെ അങ്ങ് കിടപ്പുണ്ട് മുകളിൽ. ഒരു ദിവസം ഒരു മഴ പോലെ പെയ്തിറങ്ങുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷമുണ്ട്. അതുകൊണ്ട് നാടിൻ്റെ ചിത്രം മാറ്റിവരയ്ക്കുന്ന മഹാദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തെഫാനോസ് ദൈവദൂതനെ പോലെ മുഖം ശോഭിച്ചു. എന്നിട്ട് ഏറ് നിർത്തിയില്ല. എറിയുന്നവനത് കാണാൻ പറ്റില്ല. നമ്മളിങ്ങൊരു മനുഷ്യനെ കണ്ടാൽ പറയില്ലേ, എറിയാതെ ആ മുഖം നോക്കിക്കേ. പക്ഷേ സ്തെഫാനോസ് ഒരു കാഴ്ച കണ്ടു. എന്താണ് ആ കാഴ്ച? സ്തെഫാനോസ് ഉച്ചത്തിൽ വിളിച്ചു പറയുക, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും. അടുത്ത പ്രയോഗം എത്ര മനോഹരമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. പിതാവിൻ്റെ മഹിമയുടെ വലതുഭാഗത്ത് പുത്രൻ നിൽക്കുന്നതും ഞാൻ കാണുന്നു. എവിടെയാ പുത്രൻ നിന്നേ? പിതാവിൻ്റെ അരികിലെന്നല്ല,
പിതാവിന്റെ സിംഹാസനത്തിന്റെ വലം ഭാഗത്ത് പുത്രൻ നിൽക്കുന്നു. എന്തിന്? ഈ ലോകത്തിന്റെ വലത്തുഭാഗത്ത് നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളില്ലാതെ പോയപ്പോൾ, സന്നിധിയിൽ നിന്റെ അപേക്ഷകൾ തള്ളിക്കളഞ്ഞപ്പോ, നിന്റെ അസ്തിത്വത്തെ ഉന്മൂലനം ചെയ്യാൻ കൂർത്ത മൂർത്ത കല്ലുകൾ കൊണ്ട് കാവാലികന്മാർ കാത്തിരുന്നപ്പോൾ, ലോകമൊക്കെ കൈവിട്ടപ്പോൾ, ഇതാ ഈ അനുഭവങ്ങളുള്ള കൈവിടപ്പെട്ട ഒരുവൻ മുകളിൽ നിൽക്കുക. ഞാൻ ഇവിടെ ഉണ്ട്. ഈ പ്രഖ്യാപനമാണ് സുവിശേഷം. ഇന്നും അതാണ് നമ്മുടെ വാഗ്ദത്തം. അതുകൊണ്ടാ പറഞ്ഞത് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണമെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്ന പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്ത് ഉയരത്തിലുള്ളത് തന്നെ. ആശയം മനസ്സിലായോ? ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുന്നില്ല, വിഷയം നിങ്ങളെ ഒന്ന് അവതരിപ്പിക്കാനാണ് ഇങ്ങനെ കറങ്ങി ഇവിടെ വരെ വന്നത്. മനസ്സിലായി കാണും. അപ്പോഴേ ഈ റൈറ്റ് സൈഡ് വലതുവശത്ത് നമുക്കിവിടെ ആളില്ല, ഇവിടെ നമുക്ക് പിടിപാടൊന്നും ഇല്ലെന്നേ. പക്ഷെ ഒന്ന്, മുകളിൽ ആ പിടിപാട് സ്ട്രോങ് ആണ്, ആർക്കും തകർക്കാൻ പറ്റില്ലെന്നേ. ഈ ചിന്ത ഉള്ളിൽ കിടക്കട്ടെ എല്ലാവർക്കും. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും ധ്യാനിച്ചിട്ടും ലഭ്യമാകാതെ പോയ 100 മറുപടികളൊക്കെ ഇങ്ങനെ തടയപ്പെട്ട് കിടക്കുമ്പോൾ പറയണം, ദാ ഉയരത്തിൽ എനിക്ക് വേണ്ടി ഒരു ജാമ്യക്കാരൻ, നീതിബോധമുള്ള ഒരുവൻ ഉയരത്തിൽ. അത് ഈ ലോകത്തിലുള്ള ആളെ പോലെ അല്ല. അവിടത്തേക്ക് സകലതും അറിയാം. അവിടെയും പ്രത്യേകിച്ച് സാക്ഷ്യം വഴിയൊന്നും വേണ്ട. എല്ലാം അറിവുള്ള ഒരുവൻ. അതാണ് ഉയരത്തിലെ പ്രത്യേകത. ഞാൻ ഇങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഈ വചനം കിടക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ അന്വേഷിക്കണം ഉയരത്തിലുള്ളത്, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഈ കൊലോസ്യ ലേഖനത്തിന് രസകരമായ ഒരു പശ്ചാത്തലമുണ്ട്. ഈ ചർച്ചിൽ അതൊരു മൾട്ടി കൾച്ചറൽ ചർച്ചാണ്. മൾട്ടി കൾച്ചറൽ, പലതരം കൾച്ചറുകളുടെ ഒരു സങ്കലനം. ഇതൊരു വിദഗ്ധ മാനേജ്മെൻ്റ് അറിയുന്ന ഒരു പാസ്റ്റർക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണം, നമ്മുടെ കയ്യിൽ കുറേ ഭായിമാരും തമിഴരും വ്യത്യസ്ത ഭാഷക്കാരും ഇവിടെ വന്നു. ആ ചർച്ചിനെ കൊണ്ടുപോവുക വലിയ പാടാണ്. അന്ന് പാസ്റ്റർ വിവിധ ഭാഷ അറിയണം, അവരുടെ കൾച്ചർ അറിയണം, അതിൻ്റെ രീതികളെല്ലാം അറിയണം. വലിയ പാടാണ്. അങ്ങനൊരു ചർച്ചാണ് നമ്മുടെ കൊലോസ്യ സഭ. അധികമില്ലെങ്കിലും അവിടെ ഒരുപറ്റം മനുഷ്യർ വന്നു. നല്ല ചിന്തകന്മാരാണ്. ഗ്രീസിൽ നിന്ന് വന്നവരാ. ഒന്നാമത് ഈ ഗ്രീസിൽ നിന്ന് ഒരാൾ വന്നെങ്കിൽ ഇയാളുടെ ചിന്തകളെല്ലാം വലിയ ഗഹനമായിരിക്കും. ഗ്രീക്കുകാർ പൊതുവെ പണ്ഡിതന്മാരാണ്. മലയാളം ബൈബിളിൽ ഇവരെപ്പറ്റി പറയുന്നത് യവനൻ എന്നൊരു പദമാണ്. യവനൻ. ഈ പദം വന്നത് ബൈബിളിൽ മാത്രമല്ല, മലയാളത്തിൽ തന്നെ ഇവരെ വിളിക്കുന്നത് യവനൻ. ഈ പദം വന്നത് റോമക്കാർക്ക് ഈ ഗ്രീക്കുകാരെ വിളിച്ചുകൊണ്ടിരുന്നത് പരിഷ്കാരി എന്ന ഒരു പദമായിരുന്നു. പരിഷ്കാരി. പരിഷ്കാരികൾ പാർക്കുന്നത് ടൗണിലാണെന്നാണ് അവരുടെ സങ്കല്പം, നഗരത്തിൽ. കുറേയൊക്കെ അതിൽ ശരിയുണ്ടാവും. അപ്പോൾ ടൗണിൽ വസിക്കുന്ന നാഗരികന്മാർ, സിവിലൈസ്ഡ്, അതാ കറക്റ്റ്. അപ്പോൾ സിവിലൈസ്ഡ് എന്ന് പറയാൻ അവരുപയോഗിക്കുന്ന പദമാണ് ആയോണിയം, നഗരം. ആയോണിയം. ആയോണിയം അഥവാ ആയോണിയത്തിലുള്ളവർ എന്നത് ആയോണിയം ഉച്ചരിച്ചുച്ചരിച്ച് കേരളത്തിലെത്തിയപ്പോൾ എങ്ങനെയായി? യവനൻ. ഹിന്ദിക്കാരൻ അതിനെ യുനാനി എന്ന് പറഞ്ഞു. യുനാനി എന്നൊക്കെ കേൾക്കത്തില്ലേ? ഗ്രീക്കുകാരൻ എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ യവനൻ. ഈ ഗ്രീക്കുകാരെ നല്ല ബ്രില്യൻ്റാണ്. 2-3 കാര്യങ്ങളിൽ അവർ പ്രഗത്ഭരാണ്. ഒന്ന്, ആരോഗ്യശാസ്ത്രം. സത്യത്തിൽ ഈ മോഡേൺ മെഡിസിൻ്റെയൊക്കെ ഒരു ആവിർഭാവം തന്നെ അവിടെ നിന്നാണ്. നമ്മൾ ഇവിടുന്ന് പറയും ഇതെല്ലാം ഇന്ത്യയിൽ തുടങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഒരുത്തിനൊരു സംവാദത്തിൽ പറഞ്ഞതാണ്, മഹത്തായൊരു കണ്ടുപിടുത്തമാണ് പൂജ്യം, അത് ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചാൽ ശരിയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ ഈ 1, 2, 3 ഒക്കെ കണ്ടുപിടിച്ചവൻ അതിലും വലുതല്ലേ? ബാക്കി എണ്ണസംഖ്യയില്ലേ? ഒരു പൂജ്യം കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്. പൂജ്യം വലിയൊരു സംഭവം തന്നെ. ബാക്കി ആരാ കണ്ടുപിടിച്ചേ? നമുക്കൊരു ചിന്തയാ, ഇതെല്ലാം നമ്മളാണ് കണ്ടുപിടിച്ചത്. ഇങ്ങനെയൊക്കെ ഒരു കാര്യം. ചില നമ്മളെ ഇങ്ങനെ ബോധപൂർവം പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്, ഇന്ത്യ പണ്ടായിരുന്നു നല്ലത്. കുഞ്ഞുങ്ങൾ ഇടിപ്പുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഗുണം വരാൻ വേണ്ടി ചിലത് പറയാം. ഈ
പൗലോസ് സാറും ഒക്കെ പറയും പണ്ടായിരുന്നു നല്ലതെന്ന്. വിശ്വസിക്കരുത്, ഇപ്പോഴാണ് നല്ലത്. ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായോ? പണ്ടത്തെ അല്ലെന്നേ, ഇന്നാ നല്ലതെന്ന്. ഈ പാലും പച്ചക്കറിയൊക്കെ ചൂണ്ടിക്കാണിച്ച് പറയും അതിൽ മൊത്തം മായം, അതിൽ മൊത്തം വിഷം. വിശ്വസിക്കരുത്. കാരണം ഈ പാല് വന്നപ്പോഴാണ് നമ്മൾ ചായ കുടിച്ച് തുടങ്ങിയത്. മറ്റേ എക്സ്റേ പോലൊരു പശു വീട്ടിലെ കാർന്നവർക്കും ഇളയാൾ കുഞ്ഞിനും മാത്രം, ചെറിയ കുഞ്ഞിനും ചായ. ഇവിടെ നമ്മൾ വളർന്ന എങ്ങനെയാ? ആധുനികത, മിൽമയൊക്കെ വന്നപ്പോഴാണ് മാറ്റം ഉണ്ടായത്. മനസ്സിലായില്ലേ? ഈ പച്ചക്കറി വന്നപ്പോഴാണ് മനുഷ്യൻ ആഹാരം കഴിച്ചു തുടങ്ങിയെന്ന്. ആധുനികത വന്നു. ഇത്രയും പറഞ്ഞതിനാ. ഇതൊക്കെ എന്താ പറയുന്നതിൻ്റെ കാരണം അറിയോ? ക്രിസ്ത്യാനിറ്റി ലോകത്തിന് കൊടുത്ത സംഭാവനകളെ വില കുറച്ച് കാണാനാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത്. കാരണം ക്രിസ്ത്യാനിറ്റിയുടെ സംഭാവനയാണ് ആധുനികവൽക്കരണം, യന്ത്രവൽക്കരണം, വാക്സിനുകൾ കണ്ടെത്തുന്നത്, ഇംഗ്ലീഷ് മരുന്ന്, ഇംഗ്ലീഷ് ഭാഷ. ഇതൊക്കെ ആരാ ലോകത്തിന് കൊടുത്തേ? നമ്മളാ. പ്രതിരോധ വാക്സിൻ ഇതൊക്കെ കൊടുത്ത് നമ്മളാ. വൈദ്യുതി കണ്ടുപിടിച്ച് ലോകത്തിന് കൊടുത്ത ആരാ? മൈക്കൽ ഫാരഡേ, ഒരു ദൈവദാസന്റെ മോനാണ്. ലോകത്തിൽ ഏറ്റവും വലിയ സയൻറ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ ഐസക് ന്യൂട്ടൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളായിരുന്നു. സ്നാനപ്പെട്ടെന്ന് മാത്രമല്ല, അദ്ദേഹം ബൈബിളിലെ വെളിപ്പാട്, ദാനിയേൽ പ്രവചനങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയ ആളാണ്. ഞാനിത് കേട്ടറിഞ്ഞ നാൾ മുതൽ ഈ ഓക്സ്ഫോർഡ് ആ കമ്പനി അവർക്കിങ്ങനെ കത്തെഴുതിക്കൊണ്ടിരുന്നു. നെറ്റ് വഴി ഇമെയിൽ അയച്ചു. ഇതിൻ്റെ കോപ്പി കിട്ടിയാൽ കൊള്ളാം. UK-യിലാണല്ലോ. ഇതിങ്ങനെ എഴുതി ഇവർ ഒരു താങ്ക്സ് എന്നല്ലാതെ ഒരു മറുപടിയില്ല. കാരണം നമുക്കവിടെ കൂട്ടുകാരുണ്ട്, ആരെങ്കിലും വിട്ട് അവരുടെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും ഇത് ഇത്രയും താങ്ക്സ്. അവസാനം ആർക്കോ മനസ്സലിവ് തോന്നിയിട്ട് എനിക്ക് ഒരു കെട്ട് പുസ്തകം ഐസക് ന്യൂട്ടൻ്റെ. എന്നാ മനസ്സിലായത്, ഈ രവിചന്ദ്രൻ മാഷ് പറയുന്നതൊന്നും അല്ല കളി. നമ്മളാ ലോകത്തെ നവീകരിച്ച ശാസ്ത്രം, സാഹിത്യമൊക്കെ നമ്മൾ കൊടുത്ത ശേഷമാണ് ഇവരിത് കണ്ടിട്ടുള്ളത്. മനസ്സിലായില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയൊരു സയന്റിസ്റ്റിന് കിട്ടാവുന്ന പരിഗണന നൊബേൽ പ്രൈസാണ്. ആ നൊബേൽ പ്രൈസ് കിട്ടിയവരുടെ കണക്കെടുത്താൽ അതിൽ 69-70% ഈ ബൈബിള് വായിച്ച, പുതിയ നിയമവും പഴയ നിയമവും വായിച്ച നമ്മളാണെന്ന്. ഹല്ലേലൂയ. ഞാൻ SNSന്റെ വേദിയിൽ പറഞ്ഞ ഇവരുടെ കണക്കെടുത്തോ 9%. അത് തന്നെ സാഹിത്യത്തിനാ. കഥ എഴുതാൻ നിങ്ങൾ മിടുക്കന്മാരാ. അതുകൊണ്ട് തൽക്കാലം ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാൻ നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് അവരുടെ വേദി പറഞ്ഞു. മനസ്സിലായില്ലേ? പറയാൻ കാരണം എന്താ? നമ്മുടെയൊക്കെ ധാരണ, ആളുകളുടെ ധാരണ നമ്മളെന്തോ പേടിച്ച് പ്രസംഗിക്കേണ്ട സാധനമായി പുസ്തകം നല്ലെന്നേ. കുഞ്ഞുങ്ങൾ ധൈര്യത്തോടെ ഈ പുസ്തകം കൊണ്ട് പോകണം, അഭിമാനത്തോടെ ഈ പുസ്തകം കൊണ്ട് പോകണം. കാലത്തെ മുഴുവൻ മാറ്റിമറിച്ച ഉജ്ജ്വലമായ ചിന്തകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ഏത് വിധത്തിൽ പരിശോധിച്ചാലും ഇതിന്റെ ചിന്തകളുടെ ആക്കത്തോടും തൂക്കത്തോടും പിടിച്ചു നിൽക്കത്തക്ക വിധം ഒരു ശാസ്ത്രബോധവും വളർന്നിട്ടില്ല. ഇതാണ് ലോകത്തെ ആധുനികവൽക്കരിച്ചത്. ഇതാണ് ലോകത്തെ ഇന്ന് കാണുന്ന അളവിലേക്ക് പരിഷ്കരിച്ചത്. സ്തോത്രം. പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. അപ്പോഴേ ഈ നമ്മുടെ സ്റ്റെഫാനോസിലേക്ക്, ഈ ഇതിലേക്ക് ഗ്രീക്കുകാർ ഭയങ്കര ചിന്തകന്മാരാണ്. അവർ നാടകം, അതുപോലെ മാത്തമാറ്റിക്സ്, ആരോഗ്യശാസ്ത്രം, ഇതിലെല്ലാം വിദഗ്ധന്മാരായിരുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പല കാര്യവും പണ്ടേ അവർ ചെയ്തു വെച്ചതാ. ഈ ആർച്ച് കെട്ടിയ പാലം കാണുമ്പോൾ ഫിസിക്സും മാത്സും ഒക്കെ പഠിച്ചവരുടെ മനസ്സിലേക്കൊരു സംഗതി കൂടി വരും. 2πr. ഓർമ്മ വരികയില്ലേ? വരണം. πr². എവിടെ നിന്ന് വന്നാ? അവിടെ നിന്ന് വന്നാ. പണ്ടേ തുടങ്ങിയ സംഗതിയാ. അപ്പോൾ 2πrൻ്റെ πr²ൻ്റെ v=f(λ). ഇതൊക്കെ തുടങ്ങിയ സ്ഥലമാണ്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റയൊക്കെ പഠിച്ചില്ലേ? നമുക്കിപ്പോൾ തീറ്റ ഉണ്ടായി, ഇത് കഴിഞ്ഞാലുടനെ അത് വേറെയാണ്. ഇതിൻ്റെയൊക്കെ സ്ഥലം സോക്രട്ടീസിൻ്റെ, പ്ലേറ്റോയുടെ, അരിസ്റ്റോട്ടലിൻ്റെ, അലക്സാണ്ടറുടെ ഒക്കെ സ്ഥലം. അവിടുന്ന് കുറേ പേര് രക്ഷിക്കപ്പെട്ടു വന്നു. അതൊരു വലിയ വിഷയമാണ്. നിങ്ങളുടെ കോളേജിൽ ഏറ്റവും ബോറൻ ക്ലാസ് എടുക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കൂടുതൽ PhD ഉള്ളവനാണ്. ഉറങ്ങാൻ ഇതിൽപ്പര സാധനം വേണ്ടെന്ന്. ഹൈസ്കൂളിൽ ഇത് തന്നെയാണ് സ്ഥിതി. ഒത്തിരി PhD ഉണ്ടോ, രാവിലത്തെ ഉപ്പുമാവും PhD-കാരൻ്റെ ക്ലാസ് കൂടാ നമ്മളെ ഇതുപോലെ ആക്കിയത്. വചനം അറിയില്ല. മനസ്സിലായില്ലേ? MDH കഴിഞ്ഞൊന്നും ഒരുത്തരോട് ഞാൻ ബൈബിളിലെ യേശുവിൻ്റെ ദൈവത്വം തെളിയിക്കാൻ 3-4 വാക്യം പറയാൻ പറഞ്ഞപ്പോൾ അവനിത് അറിയത്തില്ല. ഞാൻ ചോദിച്ചു, നിന്റെ MDHൻ്റെ അർത്ഥം MD ഹെഡ് എന്നാണോ എന്ന് ചോദിച്ചു. MD ആയ ഹെഡേ ബിരുദം കഷ്ടപ്പെട്ടെടുക്കുന്ന കേട്ടോ, അവരെ ചെറുതായിട്ട് പറഞ്ഞല്ല.
അത് പണിപ്പെട്ടെടുക്കുന്ന. പക്ഷേ ക്ലാസ് എല്ലാം മഹാബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു വിഷയം. ഇവർ കുറേ പേര് ചർച്ചിൽ വന്നു. ഈ ചർച്ചിൽ വന്നിട്ട് ഇവരുടെ തിയറി കൂടെ ഇട്ട് മെഴുകി ഒരു പുതിയ ആശയം കൊണ്ടുവന്നിട്ട് ഇവർ പറയാൻ തുടങ്ങി, യേശു ക്രിസ്തു ദൈവമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ആ അത് ശരിയാണല്ലോ, ദൈവമാണെന്ന് മാത്രമല്ല ദൈവം മാത്രമാണ്, അത് ശരിയാ. അപ്പോൾ ചിലർ പറഞ്ഞു, യേശു ക്രിസ്തു മനുഷ്യനല്ലേ? അല്ലല്ലല്ല, യേശു ക്രിസ്തു മനുഷ്യനാണോ? നമ്മളെന്ത് പറയണം? യേസ് പറയണം. യേശു ദൈവമാണോ? യേസ്. ഇത് രണ്ടും പറഞ്ഞാലേ ഈ പുസ്തകമായിട്ട് ചേർന്ന് പോകും. ശരിയാണോ? ഇത് ചേർന്ന് പോകണം. 50-50 അല്ലെന്ന്. 100% മനുഷ്യൻ, 100% ഗോഡ്. അതെങ്ങനെ അങ്ങനെ നോക്കുന്നേ? അതൊക്കെ പറഞ്ഞുതരാം. അത് കേട്ട് നമ്മൾ ഓടിപ്പോകുന്നവരല്ല. പൂർണ്ണ ഹ്യൂമാനിറ്റി, പൂർണ്ണ ഡിവിനിറ്റി അങ്ങനെ ഒരുവനിലേ ഉള്ളൂ. അത് യേശുവിലാണ്. യേശുക്രിസ്തുവിൽ മാത്രം ദൈവവും മനുഷ്യനും ഒരുമിച്ച് ഇടപഴകുന്ന, ഒരുമിച്ച് നിൽക്കുന്ന അസ്തിത്വത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. ഹല്ലേലൂയ. മറ്റൊന്നുകൂടി പറയാം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവിന് തുടക്കമില്ല, ഒടുക്കമില്ല. പിതാവില്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പുത്രൻ ഇല്ലാതിരുന്ന കാലമില്ല, ഇല്ലാതിരിക്കുന്ന കാലമില്ല. പരിശുദ്ധാത്മാവ് ഇല്ലാതിരിക്കുന്ന കാലമില്ല, ഇല്ലാതിരുന്ന കാലമില്ല. ഇവേ ഒരു കാര്യം, ഈ ദൈവം എന്ന പേര് പറയുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. നമ്മളവരെ ഒന്നും കുറ്റം വിധിക്കണ്ട, അവരവരുടെ കാര്യം ചെയ്തോട്ടെ. എനിക്കാണെങ്കിൽ ഇവരോട് അല്പം ബഹുമാനം കൂടുതലാണ്. ഈ ആൾ ദൈവങ്ങളോടൊക്കെ ബഹുമാനമുള്ള. എൻ്റെ കാരണം കുറഞ്ഞ വർഷം അവർ മനുഷ്യനാണല്ലോ, അതുകൊണ്ടാണ്. നമ്മൾ ചിത്രങ്ങളിൽ കാണുന്ന പല രൂപങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇതൊരു മനുഷ്യനാണല്ലോ, അത്രയും ആശ്വാസം. പോട്ടെ, അവർ വോട്ടും ചെയ്യുന്നുണ്ട്, രാഷ്ട്രീയ കാര്യവും പറയുന്നുണ്ട്, മനുഷ്യരാണ്. പിന്നൊരു കാര്യമുള്ളൂ, ഈ മൊത്തത്തിലെടുത്താലൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആൾ ദൈവങ്ങളിൽ പലരുടെ ഒരു പ്രശ്നം, മുമ്പേ പറഞ്ഞതിന് വിപരീത വിദ്യാഭ്യാസം തീരെ കുറവാണ്. പഠിപ്പ് കുറവായതുകൊണ്ടല്ല പറഞ്ഞേട്ടോ. ഓഷോ രജനീഷിനുണ്ട് കൂടുതൽ. ബാക്കി ആളുകളാരും SLC പാസ്സല്ല. കുറ്റം പറഞ്ഞല്ല, SLC പാസ്സാകാത്ത നല്ല അറിവുള്ളവരുണ്ട് ലോകത്ത്. കുഴപ്പമെന്നു വെച്ചാൽ പാസ്പോർട്ടിൽ അതുകൊണ്ട് ECR എന്നടിക്കും, എമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ്. അപ്പോൾ ആൾ ദൈവമാണ്. പക്ഷേ ഇവിടുന്ന് വിദേശത്ത് പോകണമെങ്കിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. കാരണം എന്താ? SLC ഇല്ല. എല്ലാം പരിശോധിക്കും. ഇവർക്കൊരു ദീർഘദൃഷ്ടി ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നത്. കാരണം SLC എഴുതിയാൽ ജയിക്കില്ല എന്നവർ മുൻകൂട്ടി കണ്ട് 2ാം ക്ലാസ്സിലേ നിർത്തി. സാറേ ദൈവമാണെന്ന് പറഞ്ഞിട്ടേ ഈ ചാനൽ വഴി തന്നെ പോയി അവിടെ ചെല്ലാതെ പ്രത്യക്ഷപ്പെട്ടുകൂടെ? കുവൈറ്റിന് പോകണം, ടെക്സാസിൽ പോകണം, ഡാളസിൽ പോകണം. എന്തിനാപ്പോ ഈ പങ്കപ്പാട് കഴിക്കുന്നത്? അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടണം, എന്നിട്ട് അവരുടെ ഭാഷയെ സംസാരിക്കണം, ട്രാൻസ്ലേറ്ററെ വെക്കരുത്. അങ്ങനെ ചെയ്താൽ ഞാൻ വിശ്വസിക്കാം. ഒരു കാരണം എന്താ വിശ്വസിക്കാൻ പാട്? അങ്ങനെ ചെയ്യണം. രണ്ടാമത്തെ കാരണം, ദൈവത്തിനൊരു പ്രത്യേകത, സ്ഥലം, സമയം, പദാർത്ഥം, ഇത് മൂന്നും ബാധിക്കരുത്. മനസ്സിലായില്ല? ടൈം, സ്പേസ്, മാറ്റർ, ഇത് അഫക്റ്റ് ചെയ്യാത്ത ആളിനെ മാത്രമേ ദൈവം എന്ന് വിളിക്കൂ. മനസ്സിലായോ? ഇപ്പം ഞാനിവിടെ വരുമ്പോൾ പരിചയമുള്ള കുറേ പേരുണ്ട്. യോയാക്കി പാഷ നമ്മുടെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹം എന്നെ കണ്ടിട്ട് പറയാമെന്ന് കുട്ടിക്കോ, കണ്ടിട്ട് കുറച്ചാളായല്ലോ, പക്ഷെ ആകെ ക്ഷീണിച്ചു പോയല്ലോ ചോദിച്ചാൽ, നമുക്ക് ഈ ക്ഷീണിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടം വരും. പ്രായമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സങ്കടം. അത് മാറാനൊരു വഴിയുണ്ട്. ആ പുള്ളിയെ കൂടെ തിരിച്ചൊന്ന് നോക്കിയാൽ മതി. അന്നേരം ഒരു വിടുതൽ നമ്മളിൽ വ്യാപരിക്കും. 5 വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ട് പോയ പുള്ളി നമുക്കെന്തോ ക്ഷീണമാണെന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടണ്ട, തിരിച്ചടിമുടിയൊന്നും കിട്ടും. ഇതാ വിടുതൽ എന്നുള്ളൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഒന്നും മിണ്ടണമെന്നില്ല. കാരണം എന്താ? ഞങ്ങളെ രണ്ടുപേരെയും കാലം ബാധിച്ചെന്ന്. ടൈം ബാധിച്ചു, സമയം ബാധിച്ചപ്പോൾ തലനരച്ചു. എന്നിട്ടും വിട്ടുകൊടുക്കാതെ നമ്മൾ ഡൈ ചെയ്തു. ഡൈ ചെയ്തൊരു കുറ്റമല്ല, ധൈര്യമായിട്ട് ഡൈ ചെയ്തോണം. ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കരുത്. ഞാൻ കെ ജോസഫച്ചാൻ്റെ കേക്കൽ ഇത് പ്രസംഗിച്ചു. ഡൈ ചെയ്യുന്ന ഒരു കുറ്റമല്ല എന്ന് പറഞ്ഞപ്പോൾ ആകാംക്ഷയോടെ അദ്ദേഹം നോക്കി. ഞാൻ അന്നേരം പറഞ്ഞു, പൗലോസ് ഡൈ ചെയ്യുമായിരുന്നു ബൈബിളിൽ. പുള്ളി അന്നേരം ഒന്ന് നോക്കി, ആളാരാന്ന് ഓർത്തോണം.
നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കണം. പൗലോസ് പറയാ, ഐ ഡൈ എവരി ഡേ. വായിച്ചിട്ടുണ്ടോ? അതിനാ ഇംഗ്ലീഷിലൊക്കെ ബൈബിളുള്ള കേട്ടോ. ഐ ഡൈ എവരി ഡേ. മനസ്സിലായില്ലേ? പോട്ടെ. അപ്പോഴേ ചിലർ ബൈബിൾ വ്യാഖ്യാനിച്ചാൽ ഇങ്ങനെ വരും. അതിനായി പറഞ്ഞു സ്തോത്രം. അപ്പോഴേ ചിന്തയിലേക്ക് വരാം. ഈ കക്ഷികൾ വന്ന വിഷയമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നടത്തണം. അപ്പോഴേ ദൈവത്തെ സ്ഥലം ബാധിക്കരുത്, കാലം ബാധിക്കരുത്, പദാർത്ഥം ബാധിക്കരുത്. കഴിച്ച ഭക്ഷണത്തിൻ്റെ എഫക്റ്റോ പരിസരം ഒന്നും ബാധിക്കരുത്. ഇതാണ് ദൈവം. മലയാളം ബൈബിളിൽ കിടക്കുക, അവന് ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. എന്തൊരു സൂപ്പർ പരിഭാഷയല്ലേ! മലയാളത്തിന് ചില പരിഭാഷയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അമ്പരപ്പിക്കുന്ന സാഹിത്യമാണ് അല്ലേ? അവന് ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ല. യാക്കോബിന്റെ ലേഖനമാണ്. ഗംഭീരൻ എഴുതാം. അപ്പോഴേ ഇതൊക്കെ ഞാൻ പറഞ്ഞു. ആൾദൈവങ്ങളെ നിഷേധിക്കുന്ന അത് അവർക്കുണ്ട്. ചില കക്ഷികളെ കണ്ടില്ലേ, സോഡാ ഗ്ലാസ് വെച്ചാലേ മനുഷ്യനെ കാണത്തുള്ളൂ. ദൈവമാണ്, പക്ഷേ ഈ സൈസ് സാധനം വെക്കണം, കാണത്തില്ല. ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ ചോദ്യം, യേശു ക്രിസ്തു ദൈവമാണോ? അതെ. സ്ഥലം, കാലം, സമയം, പദാർത്ഥം ഇത് ബാധിച്ചോ? ബാധിച്ചില്ലേ? പിന്നെന്തോ ഈ 33.5 തിരുവയസ്സ്? പിന്നെന്തോ ഈ ക്രൂശ് മരണം? പിന്നെന്താണ് നമ്മുടെ കർത്താവ് ഈ അപ്പം കഴിച്ചത്? നമ്മുടെ സ്തെഫാനോസ്, നമ്മുടെ എന്താ പറയുക, സക്കായുടെ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചില്ലേ? ഇത് ബാധിച്ചെന്ന് കണ്ടോ? ഇപ്പം ദൈവമാകുമോ? മനുഷ്യനായില്ലേ? അതിന് ഉത്തരം പറയാം. സ്ഥലം, കാലം, പദാർത്ഥം ഇത് ബാധിക്കേണ്ടതില്ലാത്ത ദൈവപുത്രൻ സ്ഥലത്തിനും കാലത്തിനും പദാർത്ഥത്തിനും വിധേയനായി നമ്മുടെ ഇടയിൽ 33.5 വർഷം ജീവിച്ചു. അതാണ് യേശുക്രിസ്തു. വന്ന വഴിക്ക് ഒന്ന് ലാൻഡ് ചെയ്തെന്നു. സ്ഥലത്തിനും കാലത്തിനും പദാർത്ഥത്തിനും വിധേയനായി തല്ലുകൊണ്ടു. വെറുതെ അല്ല, തന്നെക്കുറിച്ച് മുൻകൂട്ടി എഴുതി വെച്ച പ്രവചനങ്ങൾക്കൊത്തവണ്ണം. അപ്പോഴേ കൊലോസ്യ സഭയിൽ നുഴഞ്ഞു കയറിയ ജ്ഞാനവാദികൾ, നോസ്റ്റിക്കുകൾ പറഞ്ഞു, ഒരു നല്ല ദൈവത്തിന് ഈ മോശപ്പെട്ട ശരീരം എടുക്കാൻ പറ്റില്ല. പൗലോസ് തിരുത്തിക്കൊണ്ട് പറഞ്ഞു, കൊലോസ്യരേ, തെറ്റുപറ്റി നിങ്ങൾക്ക്. ആരാണ് ഈ ക്രിസ്തു? കൊലോസ്യരെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതുപോലെ ഒരു വ്യക്തിയല്ല. യേശു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കണം, ശരീരമുണ്ടെന്ന് വിശ്വസിക്കണം, ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ തന്നെ അവൻ ദൈവമാണ് എന്നും വിശ്വസിക്കണം. അണുവിട വ്യത്യാസം വരുത്താൻ പറ്റില്ല. അവൻ കേവല സ്പിരിറ്റ് മാത്രമായിരുന്നെങ്കിൽ, ആത്മാവ് മാത്രമാണെങ്കിൽ ക്രൂശീകരണം അപ്രസക്തമാകും. ക്രൂശീകരണം അപ്രസക്തമാക്കിയാൽ മാനവരാശിയുടെ വീണ്ടെടുപ്പ് എന്ന വിഷയം അപ്രസക്തമാകും. പാപപരിഹാര ബലി എന്ന സിദ്ധാന്തം അപ്രസക്തമാകും. അതുകൊണ്ട് അവൻ കേവല മനുഷ്യൻ മാത്രമായിരുന്നില്ല. പിന്നെ എന്താണ് യേശുക്രിസ്തു? പറഞ്ഞു കൊടുത്തു. കൊലോസ്യരേ, നിങ്ങൾ എന്തൊക്കെയാ ധരിച്ചേ? അതായത് തത്വജ്ഞാനികൾ കയറി ബൈബിള് വ്യാഖ്യാനിക്കാൻ പോയാൽ ഈ പ്രശ്നം ഉണ്ടാവുന്ന ഒന്നുറപ്പിച്ചു. ബൈബിൾ വ്യാഖ്യാനിക്കാൻ വേണ്ടത് പരമ്പരാഗതമായ അറിവോ പാണ്ഡിത്യമോ അതല്ലെങ്കിൽ ഉയർന്ന ബിരുദങ്ങളോ ഒന്നുമല്ല. അതൊക്കെ വേണം, നല്ലതാണെന്നേ. പക്ഷെ ഇതിന് സ്ഥായിയായൊരു ചിന്തയുണ്ട്, ഒരടിസ്ഥാനമുണ്ട്. അത് വിട്ടുപോകാൻ പാടില്ല. അപ്പോഴേ ഈ കൊലോസിയിലെ ജ്ഞാനികൾ വന്നു ഇതിനകത്തേക്ക് അവരുടെ ചിന്തകൾ തിരികെ കയറ്റിയിട്ട് ആളുകളോട് പറഞ്ഞു, ഒരു നല്ല ദൈവത്തിന്, നീതിമാനായൊരു ദൈവത്തിന് നമ്മളെപ്പോലൊരു ശരീരം എടുത്ത് വരാൻ പറ്റില്ല. അതെങ്ങനെ പറ്റുന്നേ? അപ്പോൾ ആൾ ചോദിച്ചപ്പോൾ ക്രൂശിക്കപ്പെട്ടതോ? അത് പറയാം. അതെ, ഈ ക്രൂശിക്കപ്പെട്ടതും കരഞ്ഞതുമൊക്കെ നമ്മളെ തോന്നിപ്പിക്കലായിരുന്നു. ഞാൻ പറഞ്ഞല്ല, കൊലോസിയിലെ വ്യാജന്മാരായ ആളുകൾ പറഞ്ഞു. പൗലോസ്ലീഹ അവരെ വെട്ടിനിരത്തിക്കൊണ്ട്, അവരെ അപ്രസക്തരാക്കിക്കൊണ്ട് കൊലോസ്യരോട് ആദ്യം പറഞ്ഞു, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തെറ്റിക്കരുത്, അങ്ങോട്ടൊന്നും പോകില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. കൊലോസ്യരേ, ഇതിനകത്ത് വേറൊരു സന്തോഷമുള്ളതേ, പൗലോസിൻ്റെ മുമ്പിലേക്ക് ഒരു ഇഷ്യൂ ഇട്ട് കൊടുത്താൽ പകരം ഇങ്ങോട്ട് കിട്ടുന്നത് നമ്മളെ അമ്പരപ്പിക്കുന്നൊരു ലേഖനമായിരിക്കും അല്ലേ? ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തെ ഒരു ലേഖനമായിരിക്കും. കൊലോസ്യ സഭയിൽ യേശുവിന്റെ ശരീരം തർക്കവിഷയമായപ്പോൾ പൗലോസ്ലീഹ പറയാ,
ആരാണ് ക്രിസ്തു? കൊലോസ്യരെ മനസ്സിലാക്കണം. ഇബ്രായ ലേഖനത്തിൽ ഇതുപോലെ പറയുന്നേ. ഇബ്രായ ലേഖനത്തിന്റെ 1-ാം അധ്യായവും കൊലോസ്യ ലേഖനവും ഒരേപോലെയാണ് ഈ സിദ്ധാന്തം പറയുന്നത്. എന്താ? കൊലോസ്യരെ, ആരാണ് ക്രിസ്തു? അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, സകല സൃഷ്ടിക്കും ആദ്യജാതൻ. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തിരമുളവായി. ഇനി എബ്രായലേഖനത്തിലേക്ക് വരുമ്പോൾ പറയുക, അവൻ്റെ തത്വത്തിൻ്റെ മുദ്ര. എന്താ തത്വത്തിൻ്റെ മുദ്ര? പറയാം. നിങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഓഫീസിൽ വന്നു വിചാരിച്ചു. സെൻട്രൽ പാസ്റ്റർ ഒപ്പിട്ടിട്ട് പറയുകയാണ്. അവിടെ ചെന്ന് സെക്രട്ടറി അടുത്ത് നിന്ന് സീൽ വെച്ചുകൊണ്ട് നോക്കും. അവിടെ ചെല്ലുമ്പോൾ ഈ മേശയുടെ വലിപ്പിൽ സീല് കാണുന്നില്ല, ആ റൗണ്ട് സീല് കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ കുഞ്ഞെ, സീലില്ല, അടുത്ത ദിവസമായിട്ട് ഇത് ഏതെല്ലാം കൊണ്ട് കൊടുത്തു നോക്ക്. പഞ്ചായത്തിലിരിക്കുന്ന പുള്ളി ഇത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ ഇത് സീലില്ല. ഇവിടെ ഇരുന്ന സെക്രട്ടറി പറഞ്ഞു സീലില്ല. രണ്ടുപേരും രണ്ട് കാര്യം ഉദ്ദേശിച്ചത്. നമ്മളെ സീല് പൊതിഞ്ഞ് കിട്ടി അവിടെ കൊണ്ട് ചെന്നാൽ ഓഫീസർ ഇങ്ങോട്ട് ഓടിക്കുക. അത് പുള്ളിക്ക് കാണണ്ട, ഒരു ഇടി, അതാ കാണണ്ടേ. നമ്മുടെ പാസ് പറഞ്ഞ സീലേതാ? ആ സ്റ്റാമ്പ്, ആ മുദ്ര, ഇത് കണ്ടില്ലെന്നാ. എന്താ അതിൻ്റെ അർത്ഥം? രണ്ടുപേരും പറഞ്ഞ് ശരിയാണെന്നല്ലോ. ആ സ്റ്റാമ്പിൽ എന്തുണ്ടോ അത് ആ പേപ്പറിൽ പതിയുന്നേന്ന്. ഇതെൻ്റെ അവൻ ദൈവത്തിൻ്റെ തത്വത്തിൻ്റെ മുദ്ര. ദൈവത്തിൽ എന്തുണ്ട് അതാ ഇവിടെ പതിയുന്ന, അത് മാത്രം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ, അവന്റെ തത്വത്തിന്റെ മുദ്ര, തേജസിന്റെ പ്രഭ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ. ഈ സർവഗുണങ്ങളും ചേർന്നിരിക്കുന്ന ആ വ്യക്തിത്വത്തെ ഇവിടെ ഇരുന്ന് നോക്കാനാ അപ്പോസ്തലൻ പറഞ്ഞ ഉയരത്തിലുള്ളത് നോക്കാൻ. അതിനാ നമ്മൾ അങ്ങോട്ട് നോക്കുന്നേ. ഒരു ബസ് കൂടി പറയുമ്പോൾ എന്നെ ഏൽപ്പിച്ച സമയം പൂർത്തീകരിക്കും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കിയോ? നമ്മുടെ കർത്താവിനെ ദൈവത്വം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിലും വലിയൊരു കാര്യം ഗ്രഹിച്ചേ പോകാവൂ. യേശുവിനൊരു മനുഷ്യത്വമുണ്ട്. മനുഷ്യത്വം. യേശുവിൻ്റെ മനുഷ്യത്വം നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമില്ലേ? മനുഷ്യനായതുകൊണ്ടാണ് നമ്മുടെ രക്ഷ പൂർത്തീകരിച്ച്. കാരണമുണ്ട്. അതുകൊണ്ടേ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടത് മനുഷ്യത്വം പ്രകടമാക്കാനാണ്. മനസ്സിലായില്ലേ? യേശുവിനെ ആരെങ്കിലും വിളിച്ചു ദൈവം, കർത്താവ് വലിയ പ്രശ്നം ഉണ്ടാക്കും. ദൈവമെന്നോ ദൈവപുത്രനെന്നോ വിളിച്ചാൽ കർത്താവ് പറയും മിണ്ടല്ലേ. ഭൂതങ്ങൾ വിളിച്ചു മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, മിണ്ടരുത്. ആര് വിളിച്ചാലും വിഷയം ഉണ്ടാകും. പക്ഷെ വിളിക്കേണ്ടവർ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇതൊരു വെളിപ്പാടാ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ പറഞ്ഞു, കുഞ്ഞേ ഇതൊരു വെളിപ്പാടാ. ആ വെളിപ്പാടിലാ ഞാൻ എൻ്റെ സഭയെ പണിയുന്നത്. ആ വെളിപ്പാടുള്ളവൻ്റെ ആ സഭ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാടാണ് സഭയിലെ ജീവനുള്ള കല്ലാകാനുള്ള യോഗ്യത. ആ വെളിപ്പാടിലാണ് നമ്മൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷെ കർത്താവ് ഭൂമിയിൽ വരുമ്പോഴൊക്കെ പറയും മനുഷ്യൻ. അതിന് തെളിവുണ്ട്. കർത്താവിനെ പിശാചുക്കൾ വിളിച്ചു ദൈവപുത്രൻ. അപ്പോഴൊക്കെ യേശു പറയും മനുഷ്യപുത്രൻ. നല്ലവനായ ഗുരു, എന്നെ അങ്ങനൊന്നും വിളിക്കരുത്. എന്താ കാര്യമെന്നറിയോ? പറയാം. പിശാചേ യേശുവെന്ന ദൈവപുത്രനേക്കാൾ ഭയപ്പെട്ടത് യേശുവെന്ന മനുഷ്യപുത്രനെയാണ്. വിശ്വാസമില്ല? പറയാം. ഞാൻ ഹൈക്കോടതിയുടെ അരികിൽ ഒരു ജയിലിൽ എൻ്റെ ഒരു സ്നേഹിതനൊപ്പം സുവിശേഷം പറയാൻ പോയി. അപ്പം നമ്മളിങ്ങനെ ഒരു കോറിഡോറിൽ നിൽക്കും. അവരിങ്ങനെ ടീ പോലൊരു സ്ഥലത്ത് ജയിലിൽ കിടക്കാം, ഇങ്ങനെ രണ്ട് സൈഡിൽ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാം. ഇവരെല്ലാം വന്ന് അവിടെ ഇരിക്കണം. അവസാനം ഈ കൗൺസിലിങ്ങിന് അടുത്ത് വരും. ഒരു മനുഷ്യൻ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്ററാണോ? ഞാൻ പറഞ്ഞതെ, ഈ ഇനം ഒരാളെ എനിക്ക് കാണരുത്. അപ്പം നമ്മൾ ഈ സംവാദമൊക്കെ നടത്തി ഒത്തിരി പ്രകോപിപ്പിക്കാൻ ആൾ നോക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ചൂടാകുകയല്ല. ഞാനിങ്ങനെ ഒരു നിസ്സംഗതയോടെ അവിടെ ചിരിച്ചുകൊണ്ട് നിന്നു.
അപ്പോൾ പോലീസുകാരൻ ചൂടായിട്ട് പറഞ്ഞു, നീ പോക്കോ, നിന്നെ ആരണ്ട് വിളിച്ചോ, പോകോ, സാറിഞ്ഞു വാ. അവൻ എന്താ നിങ്ങളെ കണ്ടപ്പോൾ ഇത്രയും ക്ഷുഭിതനായി? ഞാൻ പറയാം, ആരെങ്കിലും പാസ്റ്റർമാർ അവനോട് മോശം പറഞ്ഞാണോ? അല്ല, ഇപ്പോൾ എന്താ? അല്ല, വേറൊരു വിഷയമുണ്ടോ? എന്താ കാര്യം? ഇവനൊരു പ്രമാദ കേസിലെ പ്രതിയാണ്. തുറന്നു പറഞ്ഞാൽ ഒരു പോക്സോ കേസിലെ പ്രതിയാണ്. കൊച്ചിനെ കൊന്നു. ഇവനാണെന്ന് ആർക്കും അറിയില്ല. ഇവൻ്റെ പണി ഈ വണ്ടിയിൽ ചായ വിൽക്കുക, വടയൊക്കെ വിൽക്കുക. പഠിച്ച പണി പലതും നോക്കിയിട്ട് യഥാർത്ഥ പ്രതിയെ കിട്ടുന്നില്ല. ഒരു ദിവസം ഒരു ദൈവദാസൻ തൊട്ടു മുമ്പിൽ വന്നു. ചായ മേടിച്ച് കുടിച്ചു, വട കഴിച്ചു, ഒക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു, പേരുമൊക്കെ ചോദിച്ചു. പേരുമൊക്കെ പറഞ്ഞു. നിന്റെ മുഖത്ത് വലിയൊരു ദുഃഖമുണ്ടല്ലോ, എന്തു പറ്റി? ഒന്നുമില്ല, നിന്റെ മനസ്സിൽ വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അദ്ദേഹം കുറേ നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവനെ വിവേചിച്ചു. ഇവൻ ചെയ്ത ദുഷ്കൃത്യങ്ങൾ ഓരോന്നോരോന്ന് ഡേയും ഡേറ്റും വെച്ച് അങ്ങോട്ട് പറഞ്ഞു കഴിയുകയും അവൻ അമ്പരം നിൽക്കുന്നു. അവസാനം പറഞ്ഞു, സാർ പറ്റിപ്പോയി, സാർ പറ്റിപ്പോയി എന്ന് പറയും. പാസ്റ്റർ വിധം അങ്ങ് മാറി. പഴയ സൗമ്യതയൊന്നുമില്ല. ഇങ്ങനെ അട്ടക്കട്ടൊരു പിടിപിടിച്ച് മുട്ടിൻ്റെ അടിയും കൊടുത്ത് പിടിച്ചു വലിച്ച് പിന്നെ കാണുന്ന പോലീസ് സ്റ്റേഷനിലാണ്. ഇവൻ അന്ന് മുതൽ അവിടെ വരുന്ന പാസ്റ്റർമാരെ കാണുന്നത്. ഞാൻ ചോദിച്ചു, എങ്ങനെ പാസ്റ്റർ ഈ പണിക്ക് പോയത്? നമ്മുടെ പണി ഇതാണോ? പുള്ളി പറഞ്ഞ അല്ലെന്നാണ്. അത് പാസ്റ്ററൊന്നും അല്ല, നിങ്ങളുടെ കൂടെ നടന്ന് ഈ ശൈലിയെല്ലാം പഠിച്ചിട്ട് കേസ് ഡയറി വെച്ചാ പുള്ളി പ്രവചിച്ചത്. ഇത് വകുപ്പ് വേറെയാ. അന്ന് മുതൽ പ്രവാചകന്മാർ വന്നാൽ പിന്നെ എനിക്ക് പേടിയാ. എൻ്റെ പൊന്നു ദിവാസന്മാരെ സൂക്ഷിച്ചോണ്ട്, ഇതാരാ എന്നൊക്കെ അറിഞ്ഞിട്ടേ വിളിക്കാവുള്ളൂ. നമ്മുടെയൊക്കെ കാര്യം ഒന്നും പറയണ്ട, പോട്ടെ. അപ്പോഴേ ഇയാൾ വാസുവല്ല, ക്രിസ്ത്യാനി പോലുമല്ല. ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? അവൻ എന്നെ കണ്ടപ്പോൾ വെറുപ്പ് വരാൻ കാരണം അറിയോ? പറയാം. യൂണിഫോം ഇട്ട് ജീപ്പിൽ വന്നേ, മറ്റേ ലൈറ്റൊക്കെ ഇട്ട ജീപ്പിൽ വരുന്ന പോലീസിനേക്കാൾ അപകടകാരിയാണ് വേഷം മാറി വരുന്ന പോലീസ്. അവൻ തല കൊണ്ടേ പോകൂ, പണി പഠിച്ചവനാണ്. ഒരു രാഷ്ട്രീയക്കാരനെ വിളിക്കുന്നതിന് മുമ്പ്, MLA വിളിക്കുന്നതിന് മുമ്പ്, രാഷ്ട്രീയക്കാരൻ ശുപാർശ ചെയ്യുന്നതിന് മുമ്പ് ആള് ചെല്ലേണ്ടടുത്ത് ചെന്നു. ഇപ്പം മനസ്സിലായോ? ദൈവപുത്രൻ മനുഷ്യപുത്രനായിട്ട് വന്ന എന്തിനാന്ന്? ഇവൻ്റെ തല തകർക്കാനാണ്. അതുകൊണ്ടാണ് ഇന്നും ഭൂതത്തെ ശാസിക്കുമ്പോൾ നമ്മൾ പറയുന്നതേ ലോക്കൽ അഡ്രസ്സ് വാളകോ എന്ന് പറഞ്ഞുകൊണ്ട് പറയാ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ അവന് പേടി വരും. എന്താ കാര്യം? ദൈവപുത്രൻ ജഡത്തിൽ വെളിപ്പെട്ടു. അത് സാത്താന്യ സിംഹാസനങ്ങളെ നടുക്കുന്ന അത്ഭുത സുവിശേഷമാണെങ്കിൽ ആ സുവിശേഷം ഈ ഭൂമി കൊണ്ട് തീർന്നില്ല. ഇതാ ഉയരത്തിൽ ജയാളിയായി അവൻ നിന്നിട്ട് നമ്മോട് വിളിച്ചു പറയുക, ഞാനിവിടെ ഉണ്ട്. ബലം പകരാൻ, ശക്തി പകരാൻ, അധികാരം പകരാൻ, കണ്ണീരുകൾക്ക് മറുപടി തരാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ ഞാനിവിടെയുണ്ട്. ഈ ബലത്തോടെ ഈ അടുത്ത ദിനങ്ങളെയൊക്കെ സമീപിക്കാൻ സർവശക്തൻ കൃപയും പ്രാപ്തിയും നൽകട്ടെ.